മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി വർത്തിക്കാൻ നാം ഓരോരുത്തരും സദാ പാടുപെടുക. അള്ളാഹു നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ബഹുമാനിച്ച മാസങ്ങളെ, ദിവസങ്ങളെ, സ്ഥലങ്ങളെ, സമയങ്ങളെ, ആളുകളെ എല്ലാം ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉപദേശങ്ങൾ നിന്നിട്ട് ജീവിതത്തിൽ പകർത്താത്ത ഭാഗങ്ങൾ കേട്ട ശേഷം പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് നാം സെലക്ട് ചെയ്തതായ വിഷയം ളന്ന് എന്നതാണ്. ധാരണ, അപ്രകാരം തെറ്റിദ്ധാരണ. ആദ്യമുണ്ടാകുന്നത് ധാരണയാണ്, പിന്നെ അത് വികസിച്ച് തെറ്റിദ്ധാരണയായി മാറുന്നു. അത് ഇസ്ലാമിക വീക്ഷണത്തിൽ ഈ വിഷയം നാം എങ്ങനെയാണ് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ഗ്രഹിക്കേണ്ടത് എന്നതാണ്. വിശുദ്ധ ഫുർഖാൻ അളീമിൽ ളന്ന് എന്ന തെറ്റിദ്ധാരണയ്ക്കുള്ളതായ ആ പദപ്രയോഗം 33 പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. സഹീഹായ ഹദീസിൽ 19ഓളം പ്രാവശ്യം വിട്ടുകിടക്കുന്നതായി കണ്ടു. ഇതിൽ ഏറ്റവും വലിയ പാപങ്ങളിൽപ്പെട്ടതാണ്, ദോഷങ്ങളിൽപ്പെട്ടതാണ് തെറ്റിദ്ധാരണ എന്നത്. അല്ലാഹു ഖുർആനിൽ ശക്തമായ ശൈലിയിൽ നമ്മോട് വിരോധിച്ച ഭാഗമാണത്. ഇജ്തനിബു കസീറൻ മിനൽ ളൻ ഇന്ന ബഅദൽ ളന്നി ഇസ്ം. നിങ്ങൾ തെറ്റിദ്ധാരണകളെ ദൂരീകരിക്കുക. നിങ്ങൾ ധരിക്കുന്ന ധാരണകളിൽ നിന്നിട്ട് ചിലത് മാത്രമേ ശരിയായി വരികയുള്ളൂ, മറ്റു ചിലത് ശരിയല്ല. അതുകൊണ്ട് ഏത് ശരി ഏത് ശരിയല്ല എന്നുള്ളത് നാം പഠനം നടത്തി മനസ്സിലാക്കിയ ശേഷമല്ലാതെ തെറ്റിദ്ധാരണയെക്കുറിച്ചൊരു ധാരണയിലേക്കെത്താൻ പാടുള്ളതല്ല. തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ലാതെ ഒരാളെക്കുറിച്ച്, ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുവാനും എന്നിട്ട് അതിനെക്കുറിച്ച് പ്രചരിപ്പിക്കുവാനും പറയുവാനും പാടുള്ളതല്ല. കാരണം അത് സൂഉൽ ളന്ന ആവാൻ സാധ്യതയുണ്ട്, അഥവാ തെറ്റിദ്ധാരണയാവാൻ സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഞാൻ കേൾപ്പിച്ച ആയത്തിൽ ശക്തമായി വിരോധിച്ചതായ ഒന്നാണ് സൂഉൽ ളന്നി എന്നത്. അത് ഒരാൾ ധാരണ പുലർത്തുമ്പോൾ, തെറ്റായ ധാരണ മറ്റാളെക്കുറിച്ച് പുലർത്തുമ്പോൾ അതിൽ നിന്നിട്ട് ഉടലെടുക്കലാണ് തജസ്സുസ്. തജസ്സുസ് എന്ന് പറഞ്ഞാലോ സംശയം ഉടലെടുത്തതിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതാണ് തജസ്സുസ്. ചിക്കിക്കുത്തി നോക്കുക, അന്വേഷണം നടത്തുക, പച്ച മലയാളത്തിൽ അന്വേഷണം നടത്തുക, അയാളെക്കുറിച്ച് പരിശോധന നടത്തുക, അയാളെക്കുറിച്ച് ആവശ്യമെല്ലാ ശൈലിയിൽ അയാളുടെ രഹസ്യങ്ങളെ ചോർന്നെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇതൊക്കെ സംഭവിക്കൽ എന്തിൽ നിന്നിട്ടാണ്? തെറ്റിദ്ധാരണയിൽ നിന്നിട്ടാണ്. അത് നമ്മുടെ ജോലിയല്ല, നമ്മോട് അർപ്പിച്ചിട്ടുമില്ല, കൽപ്പിച്ചിട്ടുമില്ല. അഥവാ നാം നിർണയിക്കുന്ന ഉദ്യോഗം ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിൽ അങ്ങനെയുള്ള ഒരു ഡ്യൂട്ടിയാണ് എങ്കിൽ മാത്രമല്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തിൽ ജീവിക്കുന്ന നമ്മുടെ അയൽവാസികളോ മറ്റോ ഏൽപ്പിച്ചിരിക്കുകയാണ് എൻ്റെ കുട്ടികളെ ശ്രദ്ധിക്കണമെന്ന്. അത് കാരണത്താൽ ആ കുട്ടികളെ ശ്രദ്ധിക്കുക എന്ന ബാധ്യത നിർവഹിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതിനെക്കുറിച്ചും അവർ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചൊക്കെ വീക്ഷിക്കേണ്ടി വരും, പരിശോധിക്കേണ്ടി വരും. എന്നിട്ട് മാതാപിതാക്കൾക്ക് വിവരം എത്തിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിലും വിരോധമില്ല. അതും എന്തായി തീരരുത്, തെറ്റിദ്ധാരണ എന്ന ശൈലിയിലേക്ക് എത്തരുത്. മറിച്ച് അദ്ദേഹം ചെയ്യുന്നത്, ആ പോകുന്നത്, ആ പ്രവർത്തിക്കുന്നത് അത് തെറ്റായ രൂപത്തിലുള്ളതാണോ അല്ലേ എന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നേ ഉള്ളൂ. അതിനാവശ്യമുള്ളതായ അന്വേഷണങ്ങൾ അന്വേഷിക്കുന്നതുകൊണ്ട് വിരോധമില്ല. ഏതുപോലെ ഒരാൾ ഒരു കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കല്യാണം തീരുമാനിക്കാൻ വേണ്ടി പുരുഷനെ പെണ്ണ് ഇങ്ങും അന്വേഷിക്കുന്ന വേളയിൽ അതിലിടപെടുന്നവർക്ക് എന്ത് ചെയ്യാം? അവരെക്കുറിച്ച് അന്വേഷിക്കാം. അതും ആത്മാർത്ഥതയോടുകൂടിയായിരിക്കണം അന്വേഷിക്കേണ്ടത്. അഥവാ അവരിൽ ഇല്ലാത്തത് കൂട്ടിച്ചേർക്കാനോ ഇല്ലാത്തത് പറയാനോ, നന്മയാവട്ടെ തിന്മയാവട്ടെ,
പറയാനോ പാടുള്ളതല്ല. അവിടെയൊക്കെ യഥാർത്ഥത്തിൽ ലന്ന് എന്ന് പറയുന്ന, തജസ്സുസ് എന്ന് പറയുന്ന, ചിക്കിക്കുത്തി നോക്കുക എന്ന് പറയുന്ന ആവശ്യമില്ലാത്ത അന്വേഷണങ്ങൾ, ആവശ്യമില്ലാത്ത തജസ്സുസ് അത് വരുന്നില്ല. അപ്രകാരം തന്നെ അധ്യാപകന്മാരെ സംബന്ധിച്ചിടത്തോളം അധ്യാപികമാർ അവർക്കൊക്കെ വിദ്യാർത്ഥികളെക്കുറിച്ച് പല കാര്യങ്ങൾ അറിയേണ്ടി വരും. അങ്ങനെ അറിയാൻ വേണ്ടി അവരന്വേഷിക്കുന്നത് കൊണ്ടും വിരോധമില്ല. അതും ഈ തജസ്സുസിൻ്റെ വിരോധിക്കപ്പെട്ട ഇനത്തിൽപ്പെട്ടതല്ല എന്നർത്ഥം. എന്നാൽ നാം പറഞ്ഞു ധാരണ അത് തെറ്റിദ്ധാരണയിലേക്കെത്തും, തെറ്റിദ്ധാരണ പിന്നെ തജസ്സുസിലേക്കെത്തും. അവരെക്കുറിച്ച് അന്വേഷണം നടത്തുക, അവരെക്കുറിച്ച് ആവശ്യമില്ലാത്ത രൂപത്തിൽ പഠനം നടത്തുക, അവരെന്ത് കാട്ടുന്നു, എന്ത് ചെയ്യുന്നു, എവിടേക്ക് പോകുന്നു, എന്ത് തിന്നുന്നു, എന്ത് കുടിക്കുന്നു, ഇതൊക്കെ നമ്മുടെ ഡ്യൂട്ടിയിൽ പെടാത്ത ഒന്നിൽ നാം പെട്ടുപോകുന്നു എന്ത് കാരണത്താൽ? തെറ്റിദ്ധാരണയിൽ നിന്നിട്ട് ഉടലെടുക്കുന്നതായ ഒരു തെറ്റ് കാരണത്താൽ. അതാണ് തജസ്സുസ്. ഈ തജസ്സുസോടുകൂടി പിന്നെന്തുടലെടുക്കുന്നു? ഗീബത്ത് പറയേണ്ടി വരുന്നു. ഒരാളെക്കുറിച്ച് ഇങ്ങനെ നാം ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? പലരോടും അത് പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ എവിടുന്നാ തുടങ്ങിയത്? ഈ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണയിൽ നിന്നിട്ട് ഉത്ഭവിച്ചു. അവസാനം ആ തെറ്റിദ്ധാരണയെക്കുറിച്ച് വന്നപ്പോൾ നാം അന്വേഷണം നടത്തി, അവസാനം അത് പറയാൻ ആരംഭിച്ചു. ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്? ഒരു രോഗമാണ്, മാനസിക രോഗം. മനസ്സിലായില്ലേ? മനുഷ്യനിൽ അള്ളാഹ് അർപ്പിച്ചിട്ടില്ലാത്ത, മനുഷ്യൻ ചെയ്യേണ്ടതല്ലാത്തതായ, ആവശ്യമില്ലാത്ത ഒരു ഡ്യൂട്ടിയാണത്, ജോലിയാണത്. അത് ഉടലെടുക്കുന്നത് ഹൃദയത്തിൽ നിന്നിട്ടായത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത് ഇത് അള്ളാഹ് വിരോധിച്ചതായ ബാത്തിനിയായ രോഗം, അഥവാ ഹൃദയത്തെ ബാധിക്കുന്നതായ മാരകമായ രോഗങ്ങളിൽപ്പെട്ടതാണ് എന്നതാണ്. പിന്നെ നിർബന്ധമായി അറിയേണ്ടതായ ഭാഗങ്ങളാണെങ്കിൽ മാത്രം അത് എന്ത് ചെയ്യുക? നാം അന്വേഷണം നടത്തുക. ആരിലൂടെ? വിശ്വാസയോഗ്യവാന്മാരിലൂടെ. മനസ്സിലായില്ലേ? എന്നല്ലാതെ അയാളെക്കുറിച്ച് കുറവ് പറയുന്ന, കുറ്റം പറയുന്ന ആൾക്കാരിലൂടെയല്ല. അയാളോട് ദേഷ്യമുള്ള, അയാളോട് കോപമുള്ള, അയാളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരിൽ നിന്നിട്ടല്ല. മറിച്ച് അയാളെക്കുറിച്ച് അറിയണമെന്ന് നിർബന്ധമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഇനങ്ങളിൽ പെട്ടവരാണെങ്കിൽ തന്നെ എന്ത് ചെയ്യുക? വിശ്വാസയോഗ്യവാന്മാരായ ആൾക്കാരെ ഉപയോഗപ്പെടുത്തുക. എന്തിനാണ്? അവരെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി. അല്ലാതെ നമ്മുടെ ഇഷ്ടാനുസരണം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ ചോര കുടിക്കാൻ, മാംസം തിന്നാൻ അത് പാടുള്ളതല്ല, മഹാപാപമാണ്, ദോഷമാണ്. ഖുർആൻ വ്യക്തമായ ശൈലിയിൽ ഇജ്തനിബു കസീറൻ മിനൽ-ളൻ ഇന്ന ബഅദ-ളന്നി ഇസ്ം, നിങ്ങൾ പരസ്പരം അങ്ങുമിങ്ങും തെറ്റിദ്ധരിക്കുക എന്നതായ ആ മഹാപാപത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുക, മോചിക്കുക എന്നാണ് അല്ലാഹ് പറഞ്ഞത്. ഇജ്തനിബു, വിട്ടുനിൽക്കുക. എന്തുകൊണ്ട്? ധാരണ എപ്പോഴും അതെന്തായിരിക്കും? തെറ്റായ ധാരണയായിരിക്കും, ശരിയായ ധാരണ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൈയിടാൻ പോകരുത് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമ്മെ ഖുർആനിലൂടെ പഠിപ്പിച്ചതായ ഭാഗമാണ്. മഹാനായ ഇമാം സുഫിയാൻ അസ്-സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഈ ധാരണ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ രണ്ടിനമാണ്. ഒന്ന് തെറ്റായ, അള്ളാഹുവിൻ്റെ അടുക്കൽ പാപമായി മാറുന്നതായ രൂപമാണ്. മറ്റൊന്ന് തെറ്റല്ലാത്ത ധാരണ ധരിക്കലാണ്. തെറ്റല്ലാതെന്ന് പറഞ്ഞാൽ അയാളിലുണ്ട് എന്ന് ഉറപ്പും വിശ്വാസവുമുള്ള കാര്യങ്ങളെക്കുറിച്ച് നാം ധരിക്കുന്നതായ ധാരണയാണ്, അല്ലെങ്കിൽ ചിന്തിക്കുന്നതായ ധാരണയാണ്. അത് തെറ്റല്ലാത്തത്. തെറ്റോ അയാളിലില്ലാത്തതോ അല്ലെങ്കിൽ അയാളിലുണ്ടോ എന്ന് വിശ്വാസയോഗ്യവാന്മാരായ ആളിലൂടെ വിവരം കിട്ടാത്തതോ ആയ കാര്യം. ചിലപ്പോൾ അത് ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് ഉറപ്പായ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ അതും എന്തായി മാറും? തെറ്റായി മാറും. അങ്ങനെയുള്ള ശൈലിയെക്കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞത്, ഓമാ യത്തബിഉ അക്സറുഹും ഇല്ലാ ളന്നൻ ഇന്നൽ-ളന്ന ലാ യുഗ്നീ മിനൽ ഹഖ് ശൈആ. അവരിൽ നിന്നിട്ട് ബഹുഭൂരിഭാഗവും തെറ്റിദ്ധരിക്കുകയാണ്, തെറ്റിദ്ധാരണയുടെ പിന്നിൽ അകപ്പെടുകയാണ്. അത് യഥാർത്ഥത്തിൽ ഹക്കിൽ നിന്നിട്ട് ഒരിക്കലും, അഥവാ സത്യത്തോട് അടുക്കുന്നതോ സത്യമോ അല്ലാത്തതായ വെറും തെറ്റായ ധാരണയാണ് അത് അവർ ധരിക്കുന്നത്. ഇന്നല്ലാഹ അലീമും ബിമാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നത് കൃത്യമായിട്ട് അള്ളാഹ് അറിയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വിരോധിച്ചതായ രൂപത്തിലുള്ളതായ തെറ്റിദ്ധാരണ നമ്മിൽ നിന്നിട്ട് ഉണ്ടാവാൻ പാടില്ല എന്ന് അള്ളാഹു പലയിടങ്ങളിൽ പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചതായ ഈ ആയത്തും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് സവാസിർ എന്നൊരു പുസ്തകമുണ്ട്. അത് കബായിറുകളെക്കുറിച്ച്, വൻദോഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ
31 നമ്പർ വന്തോഷങ്ങളിൽ അദ്ദേഹം എണ്ണുകയാണ് എന്ത്? അഖ്തറുൽ ദുനൂനി സൂഉൽ ദന്നി ബില്ലാഹ്. ഏറ്റവും വലിയതായ വന്തോഷം അത് സൂഉൽ ദൻ, അള്ളാഹുവിൽ ഉള്ളതായ തെറ്റിദ്ധാരണ, അള്ളാഹയെക്കുറിച്ച് തെറ്റിദ്ധരിക്കുക. അത് ഈ ഇനങ്ങളിൽ മഹാപാപമാണ്, മഹാസന്തോഷമാണ്. ചിലപ്പോൾ അതിലൂടെ ദീനിൽ നിന്നിട്ട് തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അള്ളാഹയെക്കുറിച്ച് എൻ്റെ അദ്ദേഹത്തിന് സമ്പത്ത് കൊടുത്തു, എനിക്ക് തന്നില്ല, ഈ രൂപത്തിലുള്ളതായ അള്ളാഹിൻ്റെ ഖദറിനെയും ഖളാഇനെയും ചോദ്യം ചെയ്യലാണ് അത് യഥാർത്ഥത്തിൽ അള്ളാഹിനെക്കുറിച്ച് തെറ്റിദ്ധരിക്കുക എന്നത്. അള്ളാഹുവിൻ്റെ ഖളാഇലും ഖദറിലും നാം സംശയിക്കലും അതിൽ വിശ്വാസമില്ലാതിരിക്കലും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യലുമാണ് അത് മഹാപാപമാണ്, വന്തോഷങ്ങളിലും വന്തോഷമാണ്. ചിലപ്പോൾ അതിലൂടെ നമുക്ക് നിരാശ ഉത്ഭവിക്കുവാനും അത് കാരണത്താൽ ദീനിൽ നിന്നിട്ട് തന്നെ പുറത്തു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മഹാപാപമാണ് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ വന്തോഷങ്ങളെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് താനും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം ഇത് അള്ളാഹുവിലുള്ളതായ തെറ്റിദ്ധാരണ അത് ഖദറിലുള്ള വിശ്വാസക്കുറവാണ് എന്നതുകൊണ്ട് തന്നെ വല്ലരും അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ധരിക്കുന്നുണ്ടെങ്കിൽ ഇത് അപകടമാണ് എന്ന വിശ്വാസം അവനുണ്ടെങ്കിൽ അവൻ ഒന്നിരിക്കലോ അങ്ങനെയുള്ളതിൽ കഴിവിൻ്റെ പരമാവധി അങ്ങനെയുള്ള തെറ്റിദ്ധാരണ കുറക്കാനോ ഇല്ലാതെയാക്കാനോ പരിശ്രമിക്കട്ടെ. അല്ലെങ്കിൽ അവൻ ഇഷ്ടാനുസരണം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ വർദ്ധിപ്പിച്ചോട്ടെ, അവൻ അപകടത്തിൽ പെടലല്ലാതെ നിർവാഹമില്ല. ഫൈൻ തൻജു മിൻഹ തൻജു മിൻ ദി അദീമത്തിൻ വഇല്ല ഫഇന്നി ലാ അഖാലുക നാജിയ. അദ്ദേഹം ഈ വിഷയം വളരെ ശക്തിയായ ശൈലിയിൽ സംസാരിച്ച ശേഷം നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ കഴിവിൻ്റെ പരമാവധി രക്ഷപ്പെടാൻ വേണ്ടി പാടുപെടുക. ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണയെക്കുറിച്ച് അള്ളാഹുവിനെ കുറിച്ചാണ് നീ തെറ്റിദ്ധരിക്കുന്നതെങ്കിൽ എന്തേ നീ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇങ്ങനെയുള്ള അപകടത്തിൽ പെട്ടുപോയാൽ എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി കാണാം. പറഞ്ഞു വരുന്നത് ഈ തെറ്റിദ്ധാരണ എന്നത് നാം പലപ്പോഴും അറിഞ്ഞിട്ടോ അറിയാതെയോ സത്യവിശ്വാസികളായ നമ്മെ തൊട്ട് ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരെ കുറിച്ച് പലപ്പോഴും തെറ്റിദ്ധരിക്കുമ്പോൾ അത് ഞാൻ ഒരു പാപമാണ് ചെയ്യുന്നത് എന്ന് തോന്നിപ്പിക്കൂല, നമുക്ക് ഇബ്ലീസ് തോന്നിപ്പിക്കുകയില്ല. അത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ അങ്ങനെ ചിന്തിച്ചത് കൊണ്ട് എന്താ വരാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇബ്ലീസിൻ്റെ വഹി വരും, പൈശാചിക വഹി വരും. ശ്രദ്ധിക്കണം, അത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഘട്ടങ്ങളായിട്ടാണ് അവൻ പ്രവർത്തിക്കുക. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, പൈശാചിക കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളുടെ പിന്നിൽ നിങ്ങൾ വഞ്ചിതരായി പോകരുത്, അതിൻ്റെ ബേക്കിൽ നിങ്ങൾ അണിനിരക്കരുത്. അവൻ നിങ്ങളെ പ്ലാനിട്ട് പരിപാടിയിട്ട് വഞ്ചിക്കുകയാണ് എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അത് ലന്ന് ധാരണയിൽ നിന്നിട്ട് സുഉല്ലനിലേക്ക് എത്തിക്കുന്നു, അഥവാ തെറ്റിദ്ധാരണയിലേക്ക് എത്തിക്കുന്നു. തെറ്റിദ്ധാരണയിൽ നിന്നിട്ട് പ്രേരിപ്പിച്ച് ചില ആൾക്കാരുടെ നാം അറബി ഭാഷയിൽ ഇവിടെ പറയാറുണ്ടല്ലോ മൽഗൂഫ് എന്ന് ഞാൻ പലപ്പോഴും പരിചയപ്പെടുത്താറുണ്ട്. മൽഗൂഫ് എന്ന് പറഞ്ഞാൽ എന്ത്? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്ന ആള് അല്ലേ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്ന ആള്. അപ്പോൾ ചില ആൾക്കാർ വെറുതെ അയാളങ്ങോട്ട് പോയി, മൂപ്പരിക്ക് ഇങ്ങനെ തോന്നാണ് അയാൾ പോയത് എവിടേക്കായിരിക്കും? ആ നേഴ്സിനെ കാണാനായിരിക്കും, അല്ലെങ്കിൽ ആ പെണ്ണിനെ കാണാനായിരിക്കും, അല്ലെങ്കിൽ ആ ഫിലിം കാണാനായിരിക്കും, അല്ലെങ്കിൽ കള്ള് ഷാപ്പിലേക്കായിരിക്കും. നിന്നോട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആരോടോ ഏൽപ്പിച്ചത്? നിന്റെ ഡ്യൂട്ടിയിൽ പെട്ടതാണോ? അവൻ എവിടെ പോയി, അവളെവിടെ പോയി, അവനെവിടെ വന്നു? ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യം നിന്റെ ഡ്യൂട്ടിയിൽ പെട്ടതല്ലല്ലോ. അത് മൽഗൂഫിൻ്റെ ജോലിയാണ്. അറബി ഭാഷയിൽ ഇവിടെ നാം സാധാരണ കേൾക്കാറുള്ളതായ ആ പദമുണ്ടല്ലോ, അഥവാ ആക്ഷേപാർഹമായ പദം, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. മനുഷ്യൻ, സത്യവിശ്വാസിയായ മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ, അവൻ യഥാർത്ഥത്തിൽ അവൻ്റെ ഈമാനും ഇസ്ലാമും അവൻ്റെ ഹൃദയത്തിൽ കയറിയിട്ടുണ്ട് എന്നതിലേക്കുള്ള പ്രകടമായ തെളിവാണ് അവൻ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൈയിടാതിരിക്കുക. നമുക്ക് ആവശ്യമില്ല ഉള്ള നിർബന്ധമായ കാര്യമല്ലല്ലോ അവനെവിടെ പോയി, അവളെവിടെ പോയി, അവനെന്ത് ചെയ്തു, ഇവനെന്ത് ചെയ്തു എന്നറിയേണ്ട കാര്യം. അതുകൊണ്ട് അത് എന്തിൽ നിന്നിട്ട് വരുന്നു? ധാരണയിൽ നിന്നിട്ട്. എവിടെ? അത് തെറ്റിദ്ധാരണയാകുമ്പോൾ. ലന്നിൽ നിന്നിട്ട്
ഒരു ഭാഗം ഇസ്മാണ്, മറ്റൊരു ഭാഗം ചിലപ്പോൾ ശരിയായിട്ട് വരാം. ശരിയാണോ അല്ലേ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള രൂപമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിർബന്ധമായി നീ അധ്യാപകനാണെങ്കിൽ, നീ പിതാവാണെങ്കിൽ, നീ ഉമ്മയാണെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മയും വാപ്പയും ഏൽപ്പിച്ചതായ അവരുടെ വക്കീലായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ മക്കളെക്കുറിച്ച് പരിശോധിക്കുക, അല്ലെങ്കിൽ അവരെ അന്വേഷിക്കുക, അല്ലെങ്കിൽ നവദമ്പതികൾക്ക് അല്ലെങ്കിൽ ഒരു പെണ്ണിനും പുരുഷനും അങ്ങുമിങ്ങും കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ല കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതിന് മുമ്പുള്ളതായ അന്വേഷണത്തിൻ്റെ കൂട്ടത്തിൽ നാം പെടുകയാണെങ്കിൽ അവിടെ ആത്മാർത്ഥമായി കളവ് ചേർക്കാതെ നന്നായി രണ്ട് വിഭാഗത്തെ കുറിച്ച് അന്വേഷിക്കാം. അവിടെയൊന്നും ലന്ന് എന്ന പ്രശ്നമോ തജസ്സുസ് എന്ന പ്രശ്നമോ പാടില്ലാത്ത രൂപമോ അതിൽ വരുന്നില്ല. അതിലൂടെ ഉടലെടുക്കുന്നതായ ആ സംഭവം പറയൽ അങ്ങനെ സംഭവിക്കുമ്പോൾ അതിന് ഗീബത്ത് എന്ന് പറയുന്നതുമല്ല. ഗീബത്ത് എപ്പോഴാണ് ആവുക? അവരെക്കുറിച്ച് പറയാൻ ആവശ്യമില്ലാത്ത, പറയേണ്ടതല്ലാത്ത അവരിലുണ്ടായാലും ശരി, ഉള്ളതാണെങ്കിലും നീ അവരെക്കുറിച്ച് അവർക്ക് വെറുപ്പുള്ള കാര്യത്തെ അവരുടെ മറവിൽ പറയുക എന്നത് അവരിലുള്ള കാര്യമാണെങ്കിലും ഗീബത്താണ്, മഹാവന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷയമാകുന്ന ലന്ന് എന്ന വാക്ക് അത് മഹാപാപമായി വരാൻ കാരണം അതിലൂടെ ഈ മാരകമായ രോഗമാകുന്ന ഹൃദയത്തിന് പിടികൂടുന്ന രോഗത്തിലേക്ക് മനുഷ്യൻ അത് വികസിക്കുമ്പോൾ എത്തുന്നു എന്നതുകൊണ്ടാണ്. നോക്കൂ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ ഒരു വലിയ സംഭവം പറയുന്നുണ്ട്. നീണ്ട കഥയാണത്. അത് ചെറിയ രൂപത്തിൽ നമുക്ക് അള്ളാഹു ലന്ന് എന്ന പദപ്രയോഗം പണ്ടുള്ള ഉമമകളിൽ ഉപയോഗിച്ചതായ 31ഓളം ആയത്തുകൾ ഖുർആനിൽ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ മുമ്പുള്ള ഉമമകളുടെ ഇടയിൽ സംഭവിച്ച ലന്നുകളെ കുറിച്ച് പറയുന്ന ശൈലിയിൽപ്പെട്ടതാണ്. ഏത്? ഉളിബ ലഹും മസലർ റജുലൈനി ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈനി മിൻ അഅനാബിൻ വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സർആ كلتا الجنتين آتت أكلها ولم تظلم منه شيئا وفجرنا خلالهما نهرا. അള്ളാഹു വിവരിക്കുകയാണ് രണ്ട് വ്യക്തികളെ കുറിച്ച്. ഒന്ന് മുസ്ലിം, മറ്റൊന്ന് അമുസ്ലിം. ഒന്ന് മുഅ്മിനായ മനുഷ്യൻ, മറ്റൊന്ന് മുഅ്മിനല്ലാത്ത മനുഷ്യൻ. എന്നിട്ട് അവർ രണ്ടാളുടെ ഉദാഹരണം നമുക്ക് അള്ളാഹു പറഞ്ഞു തരികയാണ്. നാം അതിൽ നിന്നിട്ട് പാഠം പഠിക്കാൻ വേണ്ടിയാണ്. മസലർ റജുലൈനി ജഅൽനാ ലിഅഹദിഹിമാ, ഒരാൾക്ക് അവരിൽ നിന്നിട്ട് ഒരു വ്യക്തിക്ക് നാം ഉണ്ടാക്കി കൊടുത്തു എന്ത്? നന്മ നൽകി. എന്ത്? ജന്നത്തൈൻ, രണ്ട് പൂന്തോപ്പുകൾ, രണ്ട് തോട്ടങ്ങൾ, നല്ല സുന്ദരമായ വിശാലമായ തോട്ടം. അത് ഇനബ് കൊണ്ട് ആരംഭിക്കുന്നു, അഥവാ മുന്തിരിങ്ങ കൊണ്ട്. അതിനെ വലയും ചെയ്യുന്നത് ഈത്തപ്പനത്തോട്ടവുമാണ്. അതിനിടയിൽ എന്താണ്? ധാരാളം വേറെ കൃഷികളുമുണ്ട്, എല്ലാം നന്നായിട്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. അതോടൊപ്പം അതിൻ്റെ മധ്യത്തിൽ നന്നായി അരുവികൾ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്, നെഹറുകൾ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. സുന്ദരമായ തോട്ടം, സുന്ദരമായ ഉൽപ്പന്നങ്ങൾ, നല്ല നേട്ടങ്ങൾ, നല്ല സമ്പാദ്യങ്ങൾ, അതൊക്കെ അദ്ദേഹത്തിന് അതിലൂടെ ലഭിക്കുന്നു. അത് കാരണത്താൽ അദ്ദേഹം പറയുന്നു, വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ. ലന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ചുള്ളതായ തെറ്റിദ്ധാരണ. അവനാണെങ്കിൽ സ്വശരീരത്തെ ആക്രമിച്ചവനാണ്, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവനാണ്, അള്ളാഹുവിന് നന്ദി കാട്ടാത്തവനാണ്, അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കാത്തവനാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇത്രയും വലിയ സമ്പത്തിൻ്റെ ഉടമയാക്കി മാറ്റിയ റബ്ബിനെ മറന്നു. അവൻ ചെയ്ത അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അവൻ വാദിക്കുന്നു മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ. ഈ അനുഗ്രഹങ്ങളെല്ലാം, ഈ തോട്ടവും ഈ ഉൽപ്പന്നങ്ങളും ഇത് ഒരിക്കലും നശിക്കുന്നതല്ല. ഒമാ അളുന്നു സഅത ഖായിമ വലഇൻ റുദിത്തു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബാ. എനിക്ക് ഒരിക്കലും ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതല്ല, അഥവാ സംഭവിച്ചാൽ തന്നെ അന്നും എനിക്ക് ഇതുപോലെയുള്ളതിൽ നിന്ന് ഇതിനേക്കാളും നന്മയുള്ളതായ അനുഗ്രഹങ്ങൾ അള്ളാഹ് നൽകുക തന്നെ ചെയ്യും എന്ന് കൊട്ടിഘോഷിക്കുകയും അഹങ്കരിക്കുകയും ഈ സാധുവായ തോട്ടമില്ലാത്ത മുസ്ലിമായ മനുഷ്യൻ്റെ മുമ്പിൽ മൂപ്പര് അഹങ്കരിച്ച് സംസാരിക്കുന്ന ശൈലിയാണ്. അള്ളാഹു നമ്മോട് ഇത്തരം കഥകളൊക്കെ പറയുന്നത് മുമ്പുള്ള ഉമ്മമകളുടെ കൂട്ടത്തിൽ പലരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ സമയത്ത് തന്നെ ഇങ്ങനെയുള്ള പരാക്രമങ്ങൾ നടത്തുമ്പോൾ ഖാറൂനെ നശിപ്പിച്ചതുപോലെ, ഫറോവയെ നശിപ്പിച്ചതുപോലെ, ഹാമാനെ നശിപ്പിച്ചതുപോലെ, അവരുടെ ബേക്കിൽ അണിനിരന്നവരെ നശിപ്പിച്ചതുപോലെ അതേ സമയത്ത് തന്നെ ശിക്ഷിക്കലായിരുന്നു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിച്ചതായ ശൈലികളും രൂപങ്ങളൊക്കെ ഖുർആനിൽ പലയിടങ്ങളിലും മുമ്പുള്ള ഉമ്മമകളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളോട് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നാം അങ്ങനെയുള്ള പാപങ്ങൾ ചെയ്തു പോകാൻ പാടുള്ളതല്ല.
അങ്ങനെയുള്ള തെറ്റിദ്ധാരണ അള്ളാഹയെക്കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് ജല്ല ജലാലുഹു നാം തെറ്റിദ്ധരിച്ചു പോകാൻ പാടുള്ളതല്ല. അള്ളാഹു നമുക്ക് ഇവിടെ ചെയ്യുന്നത് അനുഗ്രഹങ്ങളാവട്ടെ അല്ലാത്തതാവട്ടെ എല്ലാം പരീക്ഷണം 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 മാത്രമാണ്. അപ്പോൾ അതിൽ നിന്നിട്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹിലേക്ക് അടുക്കാൻ, അള്ളാഹു ചെയ്തു തരുന്നതായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ, അതിനാണ് നാം മുന്നോട്ട് വരേണ്ടത്. എന്നല്ലാതെ നാം അതൊക്കെ മറന്നിട്ട് നാം അള്ളാഹുവിനെ വില വെക്കാതെ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കാതെ ജീവിക്കുന്ന ശൈലി പണ്ടുള്ളവർ ചെയ്യുമ്പോൾ അതേ സമയത്ത് അള്ളാഹ് അവർക്ക് ശിക്ഷ നൽകാറുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ശിക്ഷ നൽകാത്തത് നാം നമ്മോട് അള്ളാഹ്ക്ക് എന്തോ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടോ നാം അള്ളാഹിലേക്ക് അടുത്തവരായതുകൊണ്ടോ നാം ചെയ്യുന്നതായ ക്രൂരകൃത്യങ്ങൾ അഥവാ ക്രൂരകൃത്യമാണെങ്കിൽ അതിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ടോ അതൊന്നുമല്ല. നമുക്കൊക്കെ അറിയുന്ന മറുപടിയാണ് എന്ത്? കാരണം റസൂലുള്ളാഹി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതാണ്. നമുക്കറിയാവുന്ന ചില റിപ്പോർട്ടുകളിൽ കാണുന്നു, ഈ മസ്ജിദ് ഇജാബ എന്ന ബേക്കിലുള്ള ഈ പള്ളിയുടെ ബേക്കിൽ നിൽക്കുന്ന, അല്പം ബേക്കിലായിട്ട് നിൽക്കുന്ന ആ പള്ളിയുള്ള സ്ഥലത്ത് വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്നിട്ട് തന്നെ, റസൂലുള്ളാഹിയുടെ കാലത്ത് അവിടെ പള്ളിയുണ്ട്, അവിടുന്ന് റസൂലുള്ളാഹി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽപ്പെട്ടതായിരുന്നു. ആ പ്രാർത്ഥന ഫലമായിട്ട് ഈ ഉമ്മത്തുകളെ, മുഹമ്മദിന്റെ ഉമ്മത്തുകളെ, അതിലുള്ള മുസ്ലിങ്ങളെ ഉമ്മത്തുകളിൽ ദഅവത്ത് സ്വീകരിച്ച ഉമ്മത്തുകളുമുണ്ട്, ദഅവത്ത് സ്വീകരിക്കാത്ത ഉമ്മത്തുകളുമുണ്ട്. ആ ഇനങ്ങളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ അനുഗ്രഹം റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന ഫലമായിട്ട് അവരെ ഇവിടെ വെച്ചിട്ട് പണ്ടുള്ള ഉമ്മകളെ ശിക്ഷിച്ചതുപോലെ, പണ്ടുള്ള ഉമ്മത്തുകൾക്ക് പരീക്ഷണം നൽകിയതുപോലെ പരീക്ഷണം നൽകുന്നതല്ല. അതെ, വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സി ഖാല മാ അظن അൻ തബീദ ഹാദിഹി അബദാ വമാ അظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا قال له صاحبه وهو يحاور أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا لكن هو الله ربي ولا أشرك بربي أحدا. മൂപ്പരുടെ കൂട്ടുകാരൻ അങ്ങനെയാണ് വേണ്ടത്. ആ മുസ്ലിമാവട്ടെ തെറ്റ് കണ്ടാൽ അങ്ങനെയുള്ള കാര്യങ്ങളെ ഒരു കൂട്ടുകാരനാകുമ്പോൾ അവർ രണ്ടുപേരും ചങ്ങാതിമാരാണെന്നാണ് അള്ളാഹ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ചങ്ങാതിമാരാകുമ്പോൾ ചങ്ങാതിമാരുടെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്ത്? തെറ്റ് കാണുമ്പോൾ ഉണർത്തുക, തെറ്റ് കാണുമ്പോൾ തെറ്റ് തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുക. മനസ്സിലായില്ലേ? ഖാല ലഹു സാഹിബുഹു വഹു യുഹാവിറുഹു അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ ثم من نطفة ثم سواك رجلا لكنه والله ربي ولا أشرك بربي أحدا. നിങ്ങൾ അള്ളാഹുവിന് നന്ദികേട് കാട്ടുകയും അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുക എന്നത്, ഇതെല്ലാം ചെയ്തു തന്ന റബ്ബിന് നന്ദി പ്രകടിപ്പിക്കുന്നതിന് പകരം അവൻ്റെ വാക്ക് പാലിക്കാത്ത രൂപത്തിലുള്ള ആ പരലോകത്തിലുള്ള വിശ്വാസത്തിനെതിരുള്ള, പരലോകത്തിൽ അഥവാ എത്തിക്കഴിഞ്ഞാൽ തന്നെ അറബി ഭാഷയിൽ പറയുന്ന തബജ്ജുഹിന്റെ പദം, അഥവാ പറയാൻ പറ്റാത്ത തോന്നിവാസം പറയാണ് മൂപ്പർ ചെയ്തത്. അഥവാ പരലോകം ഉണ്ടെങ്കിൽ തന്നെ അവിടെയും ഇതുപോലെയുള്ള സമ്പത്ത് എൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ഇതിനേക്കാൾ നല്ലത് അല്ലാഹു തരും എന്നൊക്കെ കൊട്ടിഘോഷിച്ചു എന്നതാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഉപദേശിച്ചു. ഖാല ലഹു സാഹിബുഹു വഹു യുഹാവിറുഹു അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ ثم من نطفة ثم سواك رجلا. നിന്നെ ഈ രൂപത്തിൽ നമ്മുടെ ഭാഷയിൽ പറയാറുണ്ടല്ലോ നാം സാധാരണ, അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബ്, മണ്ണിൽ നിന്നിട്ട് നിന്നെ സൃഷ്ടിച്ച, ثم من نطفة പിന്നെ ഇന്ദ്രിയത്തുള്ളിൽ നിന്നിട്ട് നിന്നെ സൃഷ്ടിച്ച, ثم سواك رجلا പിന്നെ മനുഷ്യനാക്കി മാറ്റിയ, ഘട്ടങ്ങളായി പല അത്ഭുത ഘട്ടങ്ങളിലൂടെ നിന്നെ സൃഷ്ടിച്ച റബ്ബുൽ ഇസ്സത്തിനെ മതിമറന്ന് അവനെ കൂട്ടാക്കാതെ അവൻ്റെ കൽപ്പന അനുസരിക്കാതെ അവന് നന്ദികേട് കാട്ടുകയാണോ നീ ചെയ്യുന്നത്? സുഹൃത്തെ, നീ കാട്ടിയത് ശരിയല്ല. വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നീ നിന്റെ തോട്ടത്തിൽ കടക്കുന്ന സമയത്ത് ഈ തോട്ടം നശിക്കുക തന്നെ ഇല്ല, ഇത്രയും സുന്ദരമായ ഈ തോട്ടങ്ങൾ എൻ്റെ കീഴിൽ തന്നെ ഉണ്ടാകും, അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഞാൻ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കും, ഇതുപോലെ ആസ്വദിച്ചതുപോലെ. അതുകൊണ്ട് ഖിയാമത്ത് നാളും വരൂല, ഈ നിഅമത്തുകളിൽ ഞാൻ മുഴുകിക്കൊണ്ടേ ഇരിക്കും എന്നൊക്കെ പറയുന്നതിന് പകരം നീ പറയേണ്ടത് വലൗലാ ഇദ് ദഖൽത ജന്നതക, നീ അള്ളാഹുലുള്ള വിശ്വാസം ഉണ്ടായതിന് ശേഷം ആദ്യം അതാണ് പറഞ്ഞത്, നീ അള്ളാഹുവിന് നന്ദികേട് കാട്ടരുത്, അവനെ കൊണ്ട് വിശ്വസിക്കണം. പിന്നെ ഇനി ആ തോട്ടത്തിൽ കടക്കുന്ന വേളയിൽ ലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയണം. ഇതും നമുക്കൊരു പാഠമാണ്. മഹാപാഠങ്ങൾ ഈ സംഭവത്തിലൂടെ അള്ളാഹ് പഠിപ്പിക്കുന്നത് കൊണ്ട് നാം സാധാരണ അൽ കഹ്ഫ് സൂറത്ത് അറിഞ്ഞിട്ടോ അറിയാതെയോ
യൗമുൽ ജുമഅയിൽ ഓതാറുണ്ട്. ഈ കഥകളൊക്കെ വിട്ടുകിടക്കാറുണ്ട്. ഈ കഥകളൊക്കെ പല പല ചരിത്രങ്ങൾ സൂറത്തുൽ കഹ്ഫിലുണ്ട്. അതൊക്കെ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ പലരും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, പഠിക്കാറില്ല, ഓർക്കാറില്ല. നമുക്ക് പഠിക്കാൻ, നാം ഫിറ്റാക്കാൻ, നാം ഉൾക്കൊള്ളാൻ, നാം ഗ്രഹിക്കാൻ, നാം മനസ്സിലാക്കാൻ ആണ് അതൊക്കെ അള്ളാഹു നമുക്ക് ഇറക്കി തന്നത്. മുമ്പുള്ള ഉമ്മത്തുകളുടെ കഥകൾ നമ്മളോട് പറയുന്നതും. ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا أو يصبح ماؤها غورا فلن تستطيع له طلبا. ഉപദേശിക്കൽപ്പെട്ടതാണ്, നീ ഇങ്ങനെ നന്ദികേട് കാട്ടി ജീവിക്കുന്നതിന് പകരം നന്ദിയുള്ളവരായി മാറുകയും നീ തോട്ടത്തിൽ കിടക്കുമ്പോഴെല്ലാം മാഷാ അല്ലാ എന്തോ ഒരു നല്ല തോട്ടം, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ നൽകുന്നു, അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൊണ്ടും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടുമാണ് എനിക്കിത് ലഭിച്ചത്, അള്ളാഹുവിൻ്റെ തൗഫീഖും ഉദ്ദേശവും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള നന്മകളൊന്നും എനിക്ക് ലഭിക്കുന്നതല്ല എന്ന പദപ്രയോഗം നടത്തണം. ഇത് നാം ചെയ്യുകയാണെങ്കിൽ റസൂൽ പറയുന്നുണ്ട്, അനസ് റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ആ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ അള്ളാഹു അവന് ചെയ്തു കൊടുക്കുന്നതായ നിഅമത്തുകൾക്ക് മുമ്പിൽ, നിഅമത്തുകൾ സമ്പത്തിലൂടെയാവട്ടെ, അല്ലെങ്കിൽ കുടുംബത്തിലൂടെയാവട്ടെ, അല്ലെങ്കിൽ സന്താനങ്ങളിലൂടെ ആവട്ടെ, അവൻ മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുകയാണെങ്കിൽ അവൻ അങ്ങനെയുള്ള അവൻ്റെ തോട്ടത്തിലോ അവൻ്റെ സമ്പത്തിലോ അവൻ്റെ മക്കളിലോ അവൻ്റെ കുടുംബത്തിലോ ഒരു ആഫത്തും അവന് നേരിടുന്നതല്ല, മരണമല്ലാതെ. മരിക്കേണ്ടി വരും എല്ലാവരും, സമയമായി കഴിഞ്ഞാൽ മരിക്കേണ്ടി വരും. അപ്പോൾ മരിക്കേണ്ടി വരുമ്പോൾ മരിക്കാന്നല്ലാതെ അതിനു മുമ്പ് അവന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് എപ്പോഴും അപകടം അവൻ്റെ സമ്പത്തുകൾക്ക് വരുന്നതല്ല. അത് നമുക്കൊരു പാഠമാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ആ ആയത്തിൽ നിന്നിട്ട് പാഠം പഠിക്കാൻ വേണ്ടിയായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള വാക്ക് ഉപയോഗിച്ചത്. അത് നാം എപ്പോഴും ചെയ്യേണ്ടതാണ്. അത് യഥാർത്ഥത്തിൽ കണ്ണേറ് തട്ടാതിരിക്കാൻ നല്ലതാണ് എന്ന് നമുക്ക് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, അപ്രകാരം തന്നെ സലഫ് സാലിഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണേറെന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് വിശ്വസിക്കുന്നവരാണ് ഒറിജിനൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശമുള്ളവർ. അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ് ഒരു മനുഷ്യൻ അസൂയയിലൂടെ വല്ലതും പറഞ്ഞാൽ ആ പറയുമ്പോൾ അതിലൂടെ അപകടം തട്ടാൻ സാധ്യതയുണ്ട്. ആ അപകടം തട്ടാതിരിക്കാൻ വേണ്ടി നാം എന്ത് വേണം? സ്വന്തം തന്നെ അപകടം തട്ടിപ്പോകാൻ സാധ്യതയുണ്ട് നാം ഇങ്ങനെയുള്ള പദപ്രയോഗം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ. അഥവാ നാം നമ്മുടെ കാറ് കാണുമ്പോൾ, നമ്മുടെ കട കാണുമ്പോൾ, നമ്മുടെ സമ്പത്ത് കാണുമ്പോൾ നാം അതിനെ കണ്ടിട്ട് അത്ഭുതപ്പെടുന്നതിന് പകരം മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ, അല്ലെങ്കിൽ നാം മറ്റുള്ളവരിൽ കാണുകയാണെങ്കിൽ ബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹു നിനക്ക് അനുഗ്രഹിക്കട്ടെ, മാഷാ അല്ലാ, അള്ളാഹു നിനക്ക് അനുഗ്രഹിക്കട്ടെ നിൻ്റെ കാറിൽ, അള്ളാഹു നിനക്ക് അനുഗ്രഹിക്കട്ടെ നിൻ്റെ ബിസിനസ്സിൽ, നിൻ്റെ സമ്പത്തുകളിൽ, നിൻ്റെ കുട്ടികളിൽ, നിൻ്റെ സന്താനങ്ങളിൽ. ഇതൊക്കെ അങ്ങനെയുള്ള പദപ്രയോഗം ഉപയോഗിക്കുകയാണെങ്കിൽ അതിലൂടെ വരുന്ന മനുഷ്യദൃഷ്ടിയിൽപ്പെടാത്ത അസൂയാലുക്കളുടെ തൊള്ളയിൽ നിന്നിട്ട് പുറപ്പെടുന്നതായ പദത്തിൽ നിന്നിട്ടുണ്ടാകുന്ന കണ്ണേറെന്ന് പറയുന്ന മഹാ അപകടം സംഭവിക്കുകയില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ, പറഞ്ഞില്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് അള്ളാഹു ഉദ്ദേശിച്ചാലേ അത് സംഭവിക്കുള്ളൂ. എന്നാൽ ഐനെന്ന് പറഞ്ഞാൽ, കണ്ണേറെന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്, ഹക്കാണ്. അത് എതിർക്കുന്നവർ യഥാർത്ഥത്തിൽ അഹ്ലുസ്സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം പഠിക്കാത്തവരാണ്, ഉൾക്കൊള്ളാത്തവരാണ്. ബുദ്ധിപൂജകന്മാരായ പലരും അതിപ്പോൾ നിഷേധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്രകാരം തന്നെ ഹദീസ് നിഷേധികളോ അല്ലെങ്കിൽ ബുദ്ധിക്ക് യോജിച്ച ഹദീസ് സ്വീകരിക്കാം, അല്ലാത്തത് തള്ളാമെന്ന് പറയുന്ന വിഭാഗമോ അല്പചിന്തകന്മാർ, അങ്ങനെയുള്ളവരൊക്കെ നിഷേധിക്കുന്നവരുണ്ട്. നമുക്ക് നിഷേധിക്കാൻ സാധിക്കുന്നതല്ല, അത് യാഥാർത്ഥ്യമാണ്. കണ്ണേറിയെന്ന ആ തലക്കെട്ടിൽ തന്നെ ഇവൻ നടത്തിയതായ പല ക്ലാസ്സുകളുണ്ട്. അവിടെയെല്ലാം ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഏതായാലും ഈ ചരിത്രം നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം പഠിക്കേണ്ട ഭാഗങ്ങളിൽ പെട്ടതാണ് എന്ത്? നമ്മുടെ സ്വന്തം നഫ്സിന് തന്നെ, സ്വന്തം ശരീരത്തിന് തന്നെ അപകടം വരാൻ സാധ്യതയുണ്ട്. നാം അള്ളാഹുവിന് നന്ദികേട് കാട്ടുന്ന രൂപത്തിൽ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്ന്. നമ്മുടെ വീട് തന്നെ നാം നാട്ടിലേക്ക് പോകുമ്പോൾ നാം കാശൊക്കെ അയച്ചു കൊടുത്തു, വീട് കെട്ടുന്നു കൽപ്പിച്ചു, അതിൻ്റെ ആൾക്കാരൊക്കെ വീട് കിട്ടി, അവസാനം നാം വീട് ആദ്യം കാണുമ്പോൾ മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാം. മനസ്സിലായില്ലേ? നിന്റെ വീടാണ്. പക്ഷേ നിന്റെ വീടാണെങ്കിലും നീ അത് പറഞ്ഞില്ലെങ്കിൽ, നീ അത് ഉൾക്കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ അതിന് അപകടം തട്ടാൻ സാധ്യതയുണ്ട്. കാരണം അള്ളാഹിൻ്റെ കൽപ്പന ധിക്കരിച്ചതുകൊണ്ടും
ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കുന്നതിൽ കൂട്ടാക്കാത്തത് കൊണ്ടും അപകടം വരാൻ സാധ്യതയുണ്ട്. അത് പറയണം എന്നതാണ് നമ്മെ ഈ സംഭവം പഠിപ്പിച്ചത്. അതെ, قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا لكنه والله ربي. അവിടെ തൗഹീദാണ് പ്രധാനം. പ്രത്യേകിച്ച് തൗഹീദിന് വിപരീതം പ്രവർത്തിക്കുന്നവരുടെ മുമ്പിലാണ് ഇങ്ങനെയുള്ള സംഭവം സംഭവിക്കുന്നതെങ്കിൽ അവർക്ക് ആദ്യം തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയാണല്ലോ. ഒരു ഡോക്ടർ ചികിത്സിക്കാൻ വേണ്ടി വന്നാൽ, ഡോക്ടർ ചികിത്സിക്കാൻ വേണ്ടി വരുന്ന വ്യക്തിയിൽ ഒരു ക്യാൻസർ ഉണ്ട്, അദ്ദേഹത്തിന് ജലദോഷമുണ്ട്. ജലദോഷമാണ് ചികിത്സിക്കുക, അദ്ദേഹം അല്ല, ക്യാൻസറാണ് ചികിത്സിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വ്യക്തി ശിർക്ക് പേറുന്ന മനുഷ്യനാണെങ്കിൽ അവൻ്റെ ശിർക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടി, ആരോഗ്യം മാറ്റി കൊടുക്കാൻ വേണ്ടി പാടുപെടുക. അതാണ് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ജീവിക്കുന്നതായ സത്യവിശ്വാസിയുടെ സ്വഭാവം എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ സത്യവിശ്വാസിയാകുന്ന അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ പദം എന്താണ്? ലാകിന്നഹു അല്ലാഹു റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദാ. നീ പറയും പോലെ അള്ളാഹുലുള്ള നന്ദി കേട് കാട്ടലും അള്ളാഹുൽ വിശ്വസിക്കാതിരിക്കലും ഖിയാമത്ത് നാൾ വരൂല എന്ന് പറയലും ഇതൊന്നും ഞാൻ പറയുന്നതല്ല, മറിച്ച് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാൻ അവനോട് ഉപദേശിച്ചതോടുകൂടി അദ്ദേഹം പറയുകയാണ്, ഞാൻ അള്ളാഹുവിന് എന്ത് ചെയ്യുന്നതല്ല, ഒരിക്കലും നന്ദി കേട് കാട്ടുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ നീ ശിർക്ക് ചെയ്തതുപോലെ ഞാൻ ശിർക്ക് ചെയ്യുന്നതല്ല, ഞാൻ അള്ളാഹുവിൻ്റെ കൂടെ സൃഷ്ടികളെ പങ്കു ചേർക്കുന്ന ആളല്ല. അപ്പോൾ ഈ കഥ പഠിപ്പിക്കുന്നത്, ഈ ചരിത്രം പഠിപ്പിക്കുന്നത് മറുവശം ആരായിരുന്നു? ശിർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ആ മനുഷ്യൻ എന്നതുകൊണ്ട് അദ്ദേഹം അതുകൂടി കൂട്ടിച്ചേർത്തു. വലാ ഉശ്രികു ബിഹി അഹദ. അള്ളാഹുവിൻ്റെ കൂടെ ഞാൻ ആരെയും എന്തിനെന്നല്ല, ബിംബത്തിനെന്നല്ല, ആരെയും, വലിയനോ നബീനെയോ ജിന്നിനെയോ മലക്കുകളെയോ ആരെയും ഞാൻ പങ്കു ചേർക്കുന്നതല്ല. എന്നിട്ട് മൂപ്പർ പറഞ്ഞ ഉപദേശത്തിൽപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞതായ വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ ഇൻ തറനി അന അഖൽ മിൻക മാലൻ വവലദാ. നീ എന്നെ കാണുന്നത് നിന്നെപ്പോലെ സമ്പത്തില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിന്നെപ്പോലെ മക്കളും സന്താനങ്ങളും ഇല്ലാത്ത ആളായതുകൊണ്ടോ നീ എന്നെ അവഗണിക്കുകയും തരം താഴ്ത്തുകയും ചെയ്യുകയാണെങ്കിലും യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അവരിൽ ഞാൻ ആരെയും പങ്കുചേർക്കുന്നില്ല എന്നതിലൂടെ ഞാൻ അഭിമാനിക്കുന്നു. ഫഅസാ റബ്ബി അയ്യൂതിയനി ഖൈറൻ മിൻ ജന്നതിക വയുർസില അലൈഹാ ഹുസ്ബാനം മിനസ് സമാഇ ഫതുസ്ബിഹ സഈദൻ സലഖാ. അഥവാ നിന്റെ അടുക്കലുള്ളതായി ഈ തോട്ടത്തിനേക്കാളും ഉത്തമമായ തോട്ടം എനിക്ക് റബ്ബ് നൽകാൻ സാധ്യതയുണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ. എന്ന് മാത്രമല്ല, നിന്റെ തോട്ടത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബ് ഇറക്കി, മുഫസ്സിറുകളുടെ തഫ്സീറിന്റെ സഹായത്തോടു കൂടി കൊടുങ്കാറ്റ് അയച്ചിട്ട് അതിനെ ഉന്മൂലനം ചെയ്യാൻ, നാമാവശേഷപ്പെടുത്താൻ, മണ്ണാക്കി മാറ്റാൻ, മുഴുവനും ആ തോട്ടം മുഴുവനും പെട്ടെന്നൊരു നൊടിയുടെ കൊണ്ട് ചുട്ടിച്ചാമ്പലാക്കി നശിപ്പിക്കാൻ അള്ളാഹിനെ കൊണ്ട് സാധിക്കും. ഫതുസ്ബിഹ സഈദൻ സലഖാ ഔ യുസ്ബിഹ മാഉഹാ ഗൗറൻ ഫലൻ തസ്തതിഅ ലഹു തലബാ. അല്ലെങ്കിൽ അവിടെയുള്ളതായ അരുണ്ടല്ലോ, ആ നദി അത് ഒരു തുള്ളി വെള്ളം കിട്ടാത്ത രൂപത്തിൽ എത്ര തന്നെ നീ കിണർ കുഴിച്ചാലും, എത്ര ആഴമുള്ള കിണർ കുഴിച്ചാലും വെള്ളം കിട്ടാ രൂപത്തിലാക്കി മാറ്റാനും അള്ളാഹിനെ കൊണ്ട് സാധിക്കും, നീ ഈ രൂപത്തിലുള്ളതായ നന്ദി കേട് കാട്ടിയാൽ എന്ന് ഉപദേശിച്ചു. ഇതൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് കൂട്ടാക്കിയില്ല. നമുക്കതാണ് പാഠം. മൂപ്പരതൊന്നും കൂട്ടാക്കിയില്ല. മൂപ്പരതേ അഹങ്കാരത്തിൽ, അതേ അഭിമാനത്തിൽ, അതേ വാക്ക് കസർത്തിൽ എന്താണ് മൂപ്പര് ചെയ്ത തെറ്റ്? അള്ളാഹുവിലുള്ളതായ തെറ്റിദ്ധാരണ. നമ്മുടെ വിഷയം അതാണല്ലോ, വിഷയത്തിൽ നിന്ന് വിട്ടുപോകരുത്. സുഉദ്ദൻ ബില്ലാഹ്, അള്ളാഹുവിലുള്ളതായ തെറ്റിദ്ധാരണ, അതുമായി നടക്കാണ് മൂപ്പർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രം പറയുമ്പോൾ ഇത്രയും നീട്ടി വലിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ റബ്ബ് അയാളെ നശിപ്പിച്ച സംഭവം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കഴിവിനെ കുറിച്ച് സൂറത്ത് യാസീന്റെ അവസാനത്തിൽ എന്താ പറഞ്ഞത്? ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. കുൻ, കാഫിന്റെയും നൂനിന്റെ ഇടയിലാണ് അള്ളാഹിന്റെ തീരുമാനം. കുൻ എന്ന് പറയൽ മാത്രമാണ്. സംഭവിക്കൂ എന്ന് പറയും, സംഭവിക്കും. മനസ്സിലായില്ലേ? അള്ളാഹു ഈ നീണ്ട രണ്ട് തോട്ടത്തിൻ്റെ ആ തോട്ടത്തിലുള്ളതായ ആ കൃഷികളുടെ, അതിലുള്ളതായ നദികളുടെ, അതിൽ ആ വിശാലമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവൻ അതിന് നന്ദി പ്രകടിപ്പിക്കുന്നതിന് പകരം അതിൻ്റെ ഉടമ നന്ദി കേട് കാട്ടിയ സംഭവങ്ങളും ഒക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരൻ ഉപദേശിച്ചിട്ട് ആ ഉപദേശം കൂട്ടാക്കാത്ത സംഭവം പറഞ്ഞ ശേഷം അള്ളാഹു അവൻ്റെ തോട്ടത്തെ നാമാവശേഷപ്പെടുത്തി എന്ന് പറയാൻ ഉപയോഗിച്ച രണ്ട് പദം മാത്രം. തീർന്നു. അവൻ്റെ തോട്ടത്തിന് വിലയും ചെയ്യപ്പെട്ടു
എന്ത്? അള്ളാഹുവിൻ്റെ ശിക്ഷ. 2 വാക്ക് മാത്രം. ഉഹീത ബിതമരി. പിന്നെ അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ എന്താണെന്ന് പിന്നെ അള്ളാഹ് പറയുകയാണ്. ഫഅസ്ബഹ യുഖല്ലിബു കഫൈ. അവൻ കൈ മലർത്താൻ ആരംഭിച്ചു. എവിടെ തോട്ടം, എവിടെ ഈത്തപ്പരത്തോട്ടം, എവിടെ മുന്തിരിങ്ങത്തോട്ടം, എവിടെ നദികൾ, ഒന്നും കാണാനില്ല. എല്ലാം നൊടിയിട കൊണ്ട് ചുട്ടി ചാമ്പലാക്കപ്പെട്ടു. കൊടുങ്കാറ്റ് വന്നു, നശിപ്പിച്ചു, ഭൂമിയിലേക്ക് തകർത്തി തമർത്തി, ഒന്നും അവിടെ ഇല്ലാതെയായി മാറി. ഉഹീത ബിതമരി. ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ടുള്ളവരെ നശിപ്പിച്ചതുപോലെ ഇന്നുള്ളവരെ ചെയ്യുന്നതായ ക്രൂരകൃത്യത്തിന് പകരം ലൗ യുആഖിദുല്ലാഹു നാസ ബിദുൽമിഹിം മാ തറക അലാ ളഹരിഹാ മിൻ ദാബ്ബ. അല്ലാഹു ശിഷ്ടികൾ ചെയ്യുന്ന പാപങ്ങൾക്ക് അതിൻ്റെ തോതനുസരിച്ചിട്ട് അപ്പൾക്കപ്പം പണ്ടുള്ളവരെ ശിക്ഷിച്ചതുപോലെ ഇന്നും ശിക്ഷിക്കാൻ തീരുമാനിച്ച ഭൂമിയുടെ മീതെ ഒന്നും തന്നെ ആരും തന്നെ ഉണ്ടാവില്ല, എല്ലാവരും നശിച്ചിരുന്നേനെ. മാ തറക അലാ ളഹരിഹാ മിൻ ദാബ്ബ വലാകിൻ യുഅഖിറുഹും ഇലാ അജലി മുസമ്മ. അല്ലാഹു ഉദ്ദേശിച്ച കൃത്യമായ പരലോകമെന്ന് പറയുന്ന ആ ടൈമിലേക്ക് അല്ലാഹ് ശിക്ഷയും വിചാരണയും പിന്തിപ്പിക്കുകയാണ്. എന്നല്ലാതെ അള്ളാഹ് കാണാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അള്ളാഹ് കണ്ടിട്ട് പ്രീതിപ്പെട്ടത് കൊണ്ടോ ഒന്നും തന്നെയല്ല നാം ചെയ്യുന്ന ക്രൂര കൃത്യം എന്ന് പറയും പോലെ. ഉഹീത ബിതമരി ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫഖ ഫീഹാ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ വയഖൂലു യാ ലൈതനീ ലം ഉശ്രിക് ബിറബ്ബി അഹദാ. അവിടെയാണ് ഞാൻ മുഅ്മിനായിരുന്നാൽ തരക്കേടില്ലായിരുന്നേനെ. കൈ മലർത്തിയും കൊണ്ട് അപകടത്തിൽപ്പെട്ട ആ കാഴ്ച കണ്ടിട്ട്, അദ്ദേഹത്തിന്റെ തോട്ടം നിലം പതിച്ച് കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് പ്രയാസപ്പെടുമ്പോൾ മൂപ്പര് ആഗ്രഹിക്കുകയാണ്. അവന്റെ കൂട്ടുകാരൻ പറഞ്ഞ ഉപദേശം അതേതാണ്? ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ, റബ്ബിനെ മാത്രമേ ആരാധിക്കുള്ളൂ, റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുള്ളൂ, നന്ദി കേട് കാട്ടുകയില്ല എന്നൊക്കെ മൂപ്പര് പറഞ്ഞില്ലേ? അത് ഓർത്തു മൂപ്പര് എപ്പോൾ ശിക്ഷ കണ്ടപ്പോൾ അവിടെ പ്രയോജനമുണ്ടോ? ശിക്ഷ കണ്ട ശേഷം തൗബന്റെ വാതിൽ അടക്കപ്പെട്ടു. അള്ളാഹിന്റെ ശിക്ഷ ഇറങ്ങാണ്. ശിക്ഷ ഇറങ്ങുമ്പോൾ പിന്നെ തൗബ ചെയ്തിട്ട് കാര്യമില്ല, വിശ്വസിച്ചിട്ട് കാര്യമില്ല. ദുനിയാവിലും അങ്ങനെ തന്നെയാണ്. ശിക്ഷിക്കുന്നവരെ ശിക്ഷിക്കുന്ന വേളയിൽ തൗബ ചെയ്താൽ പ്രയോജനമില്ല. ഫറോവന്റെ തൗബ മാതിരിയായിരിക്കും. ഫറോവ ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദി ആമനത് ബിഹി ബനു ഇസ്രായീൽ എന്ന് ശരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാണ് മൂപ്പര്, അല്ലേ? ആന വഖദ് അസൈത ഖബ്ലു കുൻത മിനൽ മുഫ്സിദീൻ. ജിബ്രീൽ വന്നിട്ട് മണ്ണിട്ട സംഭവം റസൂലുള്ളാഹി പറയുന്നുണ്ട് അവന്റെ തൊള്ളയിൽ. എപ്പോൾ അവൻ പറയാണ് ആമന്തു, ഞാൻ വിശ്വസിച്ചു. എന്ത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ. മൂസാ നബി അലൈഹിസ്സലാമും അവരുടെ സമൂഹം വിശ്വസിച്ച റബ്ബ് ഏകനാണ്, അവരിൽ ഞാൻ വിശ്വസിച്ചു, ഞാൻ ദൈവമല്ല എന്നതൊക്കെ മൂപ്പർ സമ്മതിക്കുകയാണ്. ജിബ്രീൽ വന്നിട്ട് പറയാണ് റസൂലുള്ളാഹിനോട്, നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ചോദിക്കുകയാണ്, എന്ത് ജിബ്രീലേ, പണ്ട് ഞാൻ ഫറോവന്റെ തൊള്ളയിൽ മണ്ണിട്ടിട്ട് ഇപ്പോഴാണോ നിനക്ക് സമയം കിട്ടിയത് എന്ന് ചോദിച്ചുകൊണ്ട് മണ്ണിട്ട് അവനെ അവനെ ഒതുക്കിയ സന്ദർഭം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ എന്ന് ജിബ്രീൽ റസൂലുള്ളാഹിനോട് സംസാരിച്ച ശൈലിയും ഹദീസിൽ കാണാം. അല്ലാഹ് പറയുന്നു ഖുർആനിൽ, അൽആന വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ അൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്നെ ഇപ്പോൾ നാം നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിന്നെ അങ്ങനെ വിടൂല. പക്ഷേ ഇങ്ങനെയുള്ള ലോകത്തിൽ ആരും ഇതുവരെ പറയാത്തതായ മഹാപൊങ്ങാനാവാത്ത പദം എന്നെ കുറിച്ച് പറഞ്ഞ നീ, അഥവാ മൂസേ, നിനക്കൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ സൃഷ്ടിച്ചാൾ ഞാനാണെന്നാണല്ലോ മൂപ്പര് പറഞ്ഞു കൂട്ടിയത്. അതുകൊണ്ട് അങ്ങനെയുള്ള പൊങ്ങാനാവാത്ത പദം പറഞ്ഞ നിന്നെ ജനങ്ങൾ, നീ നശിച്ചു, നീ ദൈവമായിരുന്നില്ല, നീ ഒന്നുമായിരുന്നില്ല, നീ ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് ലോകം പഠിക്കാൻ വേണ്ടി തന്നെ നിന്റെ ജഡത്തെ, നിന്റെ ശരീരത്തെ ഞാൻ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വാഗ്ദാനം ചെയ്തു. നിനക്ക് ശേഷം വരുന്നവർക്ക് പാഠമാവാൻ വേണ്ടി, ഈ പാഠമാവാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് 4000-ഓളം വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ഇപ്പോൾ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് അവൻ്റെ ശരീരത്തെ കണ്ടെത്തിയെങ്കിലും അള്ളാഹു പറഞ്ഞതായ ഈ പദപ്രയോഗം അനുസരിച്ചിട്ട് അപ്പടി തന്നെ കടലിൽ നിന്നിട്ട് പൊങ്ങുകയുണ്ടായി. കടലിൽ നിന്നിട്ട് അവന് ജഡം പൊങ്ങി. അങ്ങനെ എല്ലാ ഫറോവൻ്റെ സമൂഹവും മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹവും എല്ലാം കണ്ടു. എന്ത്? ഇവൻ ദൈവമായിരുന്നല്ല, ഇവൻ ചെത്തൊടുങ്ങി, ഇവൻ്റെ ടൈം അവസാനിച്ചു, ഇവൻ നിന്യനായി, ഇവൻ പറഞ്ഞതൊക്കെ വാക്കസർത്താണ്, അവൻ അഹങ്കാരിയാണ്. ഇതൊക്കെ പണ്ട് കാലഘട്ടങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ച് തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നവർക്ക് അള്ളാഹു അതാത് സമയത്ത് നൽകാറുള്ള ശിക്ഷയുടെ ചില ഭാഗങ്ങൾ മാത്രമാണ്. നമുക്ക് നൽകാത്തത് നാം ചെയ്യുന്നത് അള്ളാഹ് കാണാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള പ്രീതിപ്പെട്ടത് കൊണ്ടോ ഒന്നും തന്നെയല്ല, മറിച്ച് നമ്മെ ദുനിയാവിൽ വെച്ചിട്ട് ശിക്ഷിക്കരുത് അങ്ങനെയുള്ള ശിക്ഷകൾ കൊണ്ട് എന്ന് അള്ളാഹിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലമായിട്ടാണ്. അപ്പോൾ
ഈ സംഭവം നമുക്ക് പഠിപ്പിക്കുന്ന പാഠം എന്താണ്? നാം എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞത്? ഒന്നാമതായി നമ്മുടെ വിഷയമാകുന്ന സുഉല്ലൻ, അള്ളാഹുവിലുള്ളതായ തെറ്റിദ്ധാരണ നമ്മിൽ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു ഒരാൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്യുന്നു. ആ അനുഗ്രഹങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് എന്തോ ഇഷ്ടമാണ് എന്നോട് എന്ന് വിചാരിക്കരുത്. അതല്ല, അള്ളാഹ് അങ്ങനെയാണ് പഠിപ്പിച്ചത് സൂറത്തുൽ ഫജ്റിൽ, അല്ലേ? ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമ ഫയഖൂലു റബ്ബി അക്രമൻ. ഇത് നമുക്ക് പാഠമാണ്. ഇത് മനുഷ്യൻ, ഞാൻ സാധാരണ പറയാറുണ്ട്, ഖുർആനിൽ ഇൻസാൻ എന്ന പദം അള്ളാഹ് ഉപയോഗിക്കൽ എവിടെയാണ്? ആക്ഷേപാർഹമായ കാര്യങ്ങൾ പറയുമ്പോഴാണ്. 99% അങ്ങനെ തന്നെയാണ് ഖുർആനിൽ ഇൻസാൻ എന്ന പദം ഉപയോഗിക്കുമ്പോൾ അള്ളാഹു ആ ശൈലിയിലാണ് പറയാം. വഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമ. മനുഷ്യന് ധാരാളം നന്മകൾ ലഭിക്കുന്ന വേളയിൽ അവനെ നാം ബഹുമാനിച്ചു എന്നതുകൊണ്ടും അവനെ ആദരിച്ചു എന്നതുകൊണ്ടും അതുകൊണ്ട് എനിക്ക് സമ്പത്ത് തന്നു എന്നതുകൊണ്ടുമാണ് എന്നവൻ പറയുന്നു. പക്ഷേ അമ്മൽ ഇൻസാൻ ഇദാ മബ്തലാഹു, ഞാൻ അവനെ പരിശോധിച്ചതുകൊണ്ടാണ് സമ്പത്ത് നൽകിയത്, ഞാൻ അവനെ കോടീശ്വരനാക്കിയത് അവനെ ഞാൻ പരിശോധിക്കുകയായിരുന്നു. വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖ ഫയഖൂലു റബ്ബി അഹാനൻ. അതുപോലെ തന്നെ ഞാൻ ചില ആൾക്കാർക്ക് കൂടുതൽ സമ്പത്ത് നൽകാതെ അവരെ ദാരിദ്ര്യനാക്കുന്നു. ഈ ദാരിദ്ര്യനാകുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കരുത് അള്ളാഹ് എന്നോട് വെറുപ്പാണ്, അതുകൊണ്ടാണ്. അള്ളാഹ് പറയുന്ന അല്ല, നിന്നോട് വെറുപ്പായത് കൊണ്ടല്ല, നിന്നെ ഞാൻ പരിശോധിക്കുകയായിരുന്നു. അള്ളാഹിൻ്റെ ഇഷ്ടം, അള്ളാഹിൻ്റെ ഇഷ്ടം. അള്ളാഹ് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കപ്പെടുന്ന ആളില്ല, അവനാണ് ചോദിക്കുന്ന ആൾ. ഷിട്ടികളോട് അവനോട് ചോദിക്കപ്പെടുന്ന ആളില്ല. ലാ മുഅഖ്ഖിബ ലിഹുക്മി, അള്ളാഹിന്റെ വിധിക്ക് നിരൂപണം നൽകുന്ന ശക്തിയോ വ്യക്തിയോ ലോകത്തിലില്ല. തീർന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ അത് നമ്മെ പരിശോധിക്കാൻ വേണ്ടിയാണ് എന്നല്ലാതെ ഈ ചരിത്രത്തിൻ്റെ കഥാപുരുഷൻ അള്ളാഹ് പരിചയപ്പെടുത്തിയതുപോലെ അവൻ മനസ്സിലാക്കിയതുപോലെ അള്ളാഹ് അവനെ സ്നേഹിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അള്ളാഹു അവനെ കോടീശ്വരനാക്കിയത് അല്ലെങ്കിൽ സമ്പത്തിനുടമയാക്കി മാറ്റിയത് അള്ളാഹ് അവനോട് ഇഷ്ടമുള്ളത് കൊണ്ടോ ഒന്നും തന്നെയല്ല, മറിച്ച് പരീക്ഷണമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൻ കണ്ടു, നാമും കണ്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം പറഞ്ഞതിൻ്റെ പിന്നിലിട്ട് നാം പഠിക്കാനുള്ള പാഠം ജസാഉ സുഉൽ ദന്നി ബില്ലാഹ്, അള്ളാഹുവിലുള്ള തെറ്റിദ്ധാരണയിൽ നിന്നിട്ട് ലഭിക്കുന്ന ശിക്ഷ ഏറ്റെടുത്ത രൂപം അള്ളാഹ് വിവരിച്ചു. രണ്ടാമത്തത് ഇസാഅത്തുൽ അദബ്, ജസാഉ ഇസാഅത്തുൽ അദബ് മഅ അല്ലാഹ്, അള്ളാഹുവിനോടുള്ളതായ ആ ബഹുമതിയും ബഹുമാനവും കാട്ടുന്നതിന് പകരം അള്ളാഹുവിനെ ബഹുമാനിക്കുക, ആദരിക്കുക, അവന് നന്ദി പ്രകടിപ്പനം നടത്തുക എന്നീ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ وأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا ولم يكن له فئة ينصرونه من دون الله وما كان منتصرا هنالك الولاية لله الحق هو خير ثوابا وخير عقبا ولم يكن له فئة ينصرونه من دون الله. ഈ രണ്ട് പദം കൊണ്ട് ഞാൻ അവൻ്റെ തോട്ടത്തെ വലയം ചെയ്തു, നശിപ്പിച്ചു, ചുട്ടിശാമലാക്കി എന്ന് പറഞ്ഞതായ ആ സന്ദർഭത്തിൽ അല്ലാഹ് പറയുകയാണ്, ആരെയും മൂപ്പർക്ക് സഹായിയായിട്ട് കിട്ടിയിട്ടില്ല. കോടീശ്വരനാവുമല്ലോ, കോടീശ്വരനാകുമ്പോൾ മൂപ്പൻ്റെ കൂടെ നമ്മുടെ ഭാഷയിൽ ആളും പാളൊക്കെ ഉണ്ടാവില്ലേ, എവിടെ പോയി? ആരെ കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ല. അള്ളാഹ് അവനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ വലം തകുൽ ലഹു ഫിയത്തുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ് വമാ കാന മുൻതസിറാ, അവന് സ്വന്തം സഹായം സഹായിക്കാനോ അല്ലെങ്കിൽ അവനെ മറ്റുള്ളവർക്ക് സഹായിക്കാനോ സാധിച്ചതേ ഇല്ല. ഇവിടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ അള്ളാഹുവിൻ്റെ സംരക്ഷണം, അള്ളാഹുവിൻ്റെ രക്ഷാകർത്തൃത്വം, ആ വലായത്ത് ശരിക്ക് കാണുന്നത്. രണ്ട് വിഭാഗവും അഥവാ ഈ രണ്ടാളെയാണ് പരിചയപ്പെടുത്തിയത്, ഒന്ന് മുഅ്മിൻ മറ്റൊന്ന് കാഫിർ. മുഅ്മിനാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കുന്നത്. അത് നിർബന്ധിതാവസ്ഥയിൽ അവൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും സത്യവിശ്വാസി അല്ലാത്തവരുടെയും കാര്യകർത്തൃത്വം ഏറ്റെടുക്കുന്ന ആൾ അള്ളാഹുവാണ്. അതുപോലെ തന്നെ വിശ്വസിക്കുന്നവർ പ്രീതി അടഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ അവിടെയും പ്രകടമാകുന്നു എന്ത്? യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിച്ചതുപോലെ ഇവിടെ വലായത്തിന്
ഹക്കായ വലായത്ത് അള്ളാഹിൻ്റെ കയ്യിൽ മാത്രമാണ് എന്നതിൽ സംശയമേ ഇല്ല എന്ന് സത്യവിശ്വാസിക്ക് ബോധ്യം വരുന്നു. അപ്രകാരം തന്നെ സത്യനിഷേധിക്കും അവൻ വിശ്വസിക്കട്ടെ വിശ്വസിക്കാതിരിക്കട്ടെ. മുനാലിക്കൽ വലായത്തു ലില്ലാഹിൽ ഹഖ് വ ഖൈറുൻ സവാബൻ വ ഖൈറുൻ ഉഖ്ബ എന്ന ആ അന്ത്യഫലം നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത്. നന്മയുടെ ഫലമാണ് അവിടെ കണ്ടത്. ഏത്? നന്മ ചെയ്തതായ ആ സാലിഹായ മനുഷ്യന്. അതുപോലെ തന്നെ തിന്മയുടെ ഫലമാണ് അവിടെ കണ്ടത്. തിന്മ ചെയ്തതായ ആ ദോഷിക്ക്, ആ നന്ദികേട് കാണിച്ചതായ ആ ശിർക്ക് ചെയ്തതായ വ്യക്തിക്ക്. അള്ളാഹുവിൻ്റെ കൽപ്പന വില വെക്കാതിരിക്കുന്ന, അള്ളാഹുവിനെ കൂട്ടാക്കാതിരിക്കുന്ന വിഭാഗത്തിനോട് അള്ളാഹ്ക്കുള്ള കോപം എത്രയാണ്, ശാപം എത്രയാണ് എന്നത് ഈ ചരിത്രം പഠിപ്പിക്കുന്നു. ഇത്രയും വലിയ സംഭവം അള്ളാഹു ഖുർആനിലൂടെ സൂറത്തുൽ കഹ്ഫിലൂടെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നാം അതിൽ നിന്നിട്ട് പാഠം ഉൾക്കൊള്ളണം. അതുകൊണ്ട് ആ പാഠം ഉൾക്കൊള്ളേണ്ട ശൈലി തന്നെ അള്ളാഹ് വിവരിച്ചു തരികയും ചെയ്തു. ഹുനാലിക്കൽ വലായത്തു ലില്ലാഹിൽ ഹഖ് ഹുവ ഖൈറുൻ സവാബൻ വ ഖൈറുൻ ഉഖ്ബ എന്ന ആയത്തിലൂടെ. സഹോദരന്മാരെ, സഹോദരികളെ, അപ്പോൾ നമ്മുടെ വിഷയമാകുന്ന സുഉല്ലൻ ബില്ല, അല്ലെങ്കിൽ സുഉല്ലൻ പൊതുവേ സുഉല്ലൻ, അത് സുഉല്ലൻ ബില്ലയാണെങ്കിൽ മഹാ അപകടമാണ്. അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെയും, അതുപോലെ തന്നെ കിതാബുൽ സവാജിറി എന്ന കിതാബുൽ കബായിറിൻ്റെ ഉടമയായ ഇബ്നു ഹജറുൽ മക്കി അൽ ഹൈതമി എന്ന പണ്ഡിതൻ പറഞ്ഞതുപോലെയും അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ എഴുതിയതായിരിക്കും ഗ്രന്ഥമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം ധാരാളം ഇപ്പോൾ നമ്മുടെ ഖൗമ് സുന്നത്തായി അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന കേരളീയർ, കാരണം അദ്ദേഹം സുയൂത്തിയുമായിട്ട് ടച്ചുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ധാരാളം ആദരിക്കുന്നവർ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ളവർ മനസ്സിലാക്കിയതുപോലെ തെറ്റിദ്ധരിച്ചതുപോലെയല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം ഈ ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹം ബിദ്അത്തിനൊക്കെ എതിർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കേട്ടതായ ഈ സംഭവം 31-ാം നമ്പറിൽ പറയുന്നുണ്ടെങ്കിലും 90-ന് ശേഷമുള്ളതായ നമ്പറുകളിൽ ഖബർ കെട്ടിപ്പൊക്കലും അതിൻ്റെ മീതെ വിളക്ക് കെട്ടലും അതിൻ്റെ മീതെ സിമൻ്റ് ഇടലും അതൊക്കെ വന്തോഷങ്ങളിലാണ് അദ്ദേഹം പെടുത്തിയിട്ടുള്ളത്. അതിൽ നിന്നിട്ടെല്ലാം മനസ്സിലാകുന്നത് അദ്ദേഹം ഈലാഹി എന്ന നവവി ഇമാമിൻ്റെ ഹജ്ജ് ഗ്രന്ഥത്തിൻ്റെ ശറഹ് എഴുതിയതായ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതായ ആ തെറ്റിദ്ധാരണകൾ അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ എൻ്റെ ചെറിയ ഇൽമ കൊണ്ട് മനസ്സിലാക്കുന്നത്. അല്ലാഹു അലം. സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങൾ ഇതുവരെ കേട്ടത് സാബിഖയിലുള്ളതായ സുഉല്ലനിലുള്ളതായ അപകടമാണ്. അതിൽ പെട്ടതാണ് യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ ദന്നിനെ കുറിച്ച് അല്ലാഹ് പറയുന്നുണ്ട്. വദന്നൂനി ഇദ് ദഹബ മുഗാളിബൻ ഫളന്ന അല്ലൻ നഖദിർ അലൈഹി ഫനാദാ ഫിദ്ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അങ്ങനല്ലേ? വദന്നൂനി ഇദ് ദഹബ മുഗാളിബ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് ഇബ്നു മത്ത എന്നാണ് അവരെക്കുറിച്ച് പറയുക. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിലേക്ക് നിയോഗിച്ചു. പക്ഷേ അവരെന്ത് ചെയ്തു? അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ സ്ഥലം വിട്ടു. കൽപ്പനയില്ലാതെ സ്ഥലം വിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ധാരണയാണ്. ആ ധാരണ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ധാരണയായിരുന്നു. ഫളന്ന, അദ്ദേഹം ധരിച്ചു എന്ത്? അല്ലൻ നഖ്ദിറ അലൈഹി, യൂനുസിനെ നാം എടുക്കുകയില്ല എന്ന്. നഖ്ദിർ അലൈഹി എന്ന് പറഞ്ഞാൽ അവിടെ യൂനുസ് നബി അലൈഹി സ്വലാം അള്ളാഹിൻ്റെ ദൂതനാണ്. ദൂതനാകുമ്പോൾ ദൂതൻ്റെ സ്റ്റാൻഡേർഡിനോട് യോജിച്ച രൂപത്തിലെ തഫ്സീർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴോ അദ്ദേഹം അള്ളാഹിനെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് വിശ്വസിക്കൂല. എന്തുകൊണ്ട്? നബി ആകുമ്പോൾ അങ്ങനെ വിശ്വസിക്കൂലല്ലോ, മാസൂമാണല്ലോ. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് എന്താണ്? അല്ലൻ നഖ്ദിർ അലൈഹി. നേരത്തെ ഓതിയ സൂറത്ത് ഫജ്റിലുണ്ടല്ലോ ആയത്ത്, അമ്മൽ ഇൻസാൻ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖ. തഫ്സീർ ഖുർആൻ കൊണ്ട് ഖുർആനെ തഫ്സീർ ചെയ്യുക എന്നത് ശക്തിയുള്ള തഫ്സീറാണ്. അവിടെ എന്താണ് ഖദറ എന്ന് പറഞ്ഞാൽ? ഫഖദറ അലൈഹി റിസ്ഖ, അവന് നാം റിസ്ഖിനെ മുട്ടിച്ചു, ഇടുക്കി. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെയും അർത്ഥം എന്താണ്? ഇടുക്കി എന്നാണ്. അല്ലൻ നഖ്ദിറ അലൈഹി, നാം അവരെ പ്രയാസപ്പെടുത്തുകയില്ല. ആരെ? യൂനുസിനെ എന്ന് അയാൾ ധരിച്ചു. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ധാരണക്ക് സുബ്ഹാനല്ലാഹ് നബിയായതോടുകൂടി അള്ളാഹ് വിട്ടില്ല. പിടിച്ച് മീനെ കൊണ്ട് വിഴുകിപ്പിച്ചു. മീനിനെ കൊണ്ട് വിഴുങ്ങിപ്പിച്ചു. നബിയാണ് എന്നതോടുകൂടി അള്ളാഹുവിനുള്ള ധാരണ ഈ രൂപത്തിൽ ധരിച്ചപ്പോൾ എന്ത്? അള്ളാഹു എന്നെ ശിക്ഷിക്കയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയെന്നാണ്. അപ്പോൾ മഹാ അപകടമാണ് അള്ളാഹുവിനെ കുറിച്ച് തെറ്റിദ്ധരിക്കുക. അവൻ്റെ ഖദായിലും അവൻ്റെ ഖദറിലും അവൻ്റെ നിയമങ്ങളിലും അവൻ്റെ തസ്രീഫാത്തുകളിലും അവൻ്റെ തദ്ബീറാത്തുകളിലും നാം കൈകടത്തുക, നാം അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ചിന്തിക്കുക മഹാ അപകടമാണ് എന്നർത്ഥം. പിന്നെ നമ്മുടെ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലേക്ക് വന്നാലോ, മക്ക കാഫിരീങ്ങൾ മൻ കാന യളുന്നു
അല്ലൻ യൻസുറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ ഫല്യംദുദ് ബിസബബിൻ ഇലസ്സമാഇ ثم ليقطع فلينظر هل يذهبن كيده ما يغيظ. അല്ലാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ശത്രുക്കളോട് പറയുകയാണ്, ആർക്കെങ്കിലും മുഹമ്മദിനെ നാം സഹായിക്കുന്നത് കണ്ടു സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അപ്പോൾ മുഹമ്മദിനെ സഹായിക്കുക എന്നത് അവർക്ക് കണ്ടു സഹിക്കാൻ പറ്റാത്തതിനെ കുറിച്ച് ലന്ന എന്ന പദമാണ് ഉപയോഗിച്ചത്. അള്ളാഹിനെക്കുറിച്ച് തെറ്റിദ്ധാരണ, അള്ളാഹിനെക്കുറിച്ച് തെറ്റിദ്ധാരണ, എന്തേ മുഹമ്മദിനെ ഇങ്ങനെ അള്ളാഹ് സഹായിക്കുന്നു എന്ന തെറ്റിദ്ധാരണ. അള്ളാഹ് പറയുകയാണ്, ഇത് കണ്ടു സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യുക, വള്ളി കെട്ടുക നിന്റെ മച്ചിലേക്ക്, എന്നിട്ട് നിന്റെ കഴുത്തിലേക്ക് അതിനെ കെട്ടുക, എന്നിട്ട് നോക്കുക നിന്റെ ക്രൂരകൃത്യം, നീ ചിന്തിക്കുന്ന ചിന്താഗതി വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് നോക്കുക എന്ന് പറയും പോലെ നീ തൂങ്ങിച്ചത്തോടോ എന്ന്. ഏത് മുഹമ്മദിനെ സഹായിക്കാൻ ഞാൻ തീരുമാനിച്ചാണ്, ആ സഹായിക്കുന്ന നടന്നുകൊണ്ടേയിരിക്കും. ഇനി നിനക്ക് കണ്ടു സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ തൂങ്ങിച്ചത്തോ എന്ന്. മനസ്സിലായില്ലേ? അതാണ് ഇതിൻ്റെ അർത്ഥം. ഇതൊരു തഫ്സീറാണ്, മനസ്സിലായില്ലേ? മൻ കാന യദുന്നു അല്ലൻ യൻസുറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ ഫല്യംദുദ് ബിസബബിൻ ഇലസ്സമാ, മച്ചിലേക്ക് അവൻ ഒരു വള്ളി കെട്ടട്ടെ, എന്നിട്ട് അവൻ തൂങ്ങി മരിച്ചോട്ടെ, ഇത് കണ്ടു സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ. കാരണം അള്ളാഹുവിൻ്റെ ദൂതരെ സഹായിക്കുക തന്നെ ചെയ്യും, അള്ളാഹു ഏറ്റെടുത്തതാണ്. എന്ന് മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയാണെങ്കിൽ വഅൻതുമുൽ അലൗൻ, നിങ്ങളാണ് ഉന്നതർ. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹു സഹായിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കാൻ തീരുമാനിച്ച വിഭാഗത്തെ സഹായിക്കുന്നതിന് നിങ്ങളുടെ ചിന്താഗതിയോ നിങ്ങളുടെ ഊഹാപോഹമോ ഒരു വിലയും ഒരു നിലയും അതിനില്ല. അത് നാമാവശേഷമാണ്, അത് അവഗണിക്കപ്പെടേണ്ടതാണ് എന്നർത്ഥം. അതാണ് ഇവിടെ ഉമ്മത്ത് മുഹമ്മദിലും അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുമെല്ലാം തെറ്റിദ്ധാരണ പുലർത്തിയും കൊണ്ട് അവരുടെ ഉമ്മത്തുകളിൽ നിന്നുണ്ടായതായ ആ തെറ്റിദ്ധാരണക്ക് നേരത്തെ ഓതിയതായ ആയത്തുണ്ടല്ലോ സൂറത്തുൽ ഫത്ഹിൽ, വയുഅദ്ദിബൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്തി. ആരാണ് മുനാഫിഖുകൾ, ആരാണ് മുനാഫിഖാത്തുകൾ, ആരാണ് മുശ്രിക്കീങ്ങൾ, ആരാണ് മുശ്രിക്കാത്തുകൾ? അവരെ കുറിച്ച് അല്ലാഹ് പറയാണ്, അല്ലാനീന ബില്ലാഹി ളന്നസൗ, അല്ലാഹനെ കുറിച്ച് തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നവർ, അലൈഹിം ദാഇറത്തുസ്സൗ, അവരെ അല്ലാഹ് ശപിക്കുകയാണ്. അവർക്കാണ് നാശം, അവർക്കാണ് നാശം. ആര്? അല്ലാഹനെ കുറിച്ച് തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നവർ. ഗളിബല്ലാഹു അലൈഹിം, അല്ലാഹ് അവരെ അവരോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. വലഅനഹും, അവരെ നശിപ്പിച്ചിരിക്കുകയാണ്. വഅദ്ദലഹും ജഹന്നം, ജഹന്നം അവർക്ക് തയ്യാർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വസഅത്ത് മസീറ, മടക്കമാണ്, നരകത്തിലേക്കുള്ള മടക്കം. പറഞ്ഞു വരുന്നത് ഇതൊക്കെ അള്ളാഹുവിനെ കുറിച്ച് തെറ്റിദ്ധരിക്കലാണ്. അതുപോലെ തന്നെ നാം ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ സഹോദരന്മാരായ മുസ്ലിങ്ങളോട് നാം ഒരിക്കലും ലന്ന് വെച്ച് പുലർത്തരുത്. എന്തുകൊണ്ട്? ഇന്ന ബഅദൽ ഇസ്, ധാരണയിൽ നിന്നിട്ട് ബഹുഭൂരിഭാഗവും തെറ്റിദ്ധാരണയായി മാറും. അതുകൊണ്ട് തെറ്റിദ്ധാരണയായി മാറാൻ വേണ്ടാത്ത ധാരണകൾ വെച്ച് പുലർത്തരുത്. നിങ്ങൾക്ക് വിശ്വാസയോഗ്യവാന്മാരായ ആളിലൂടെ വല്ല വിവരങ്ങൾ കിട്ടിയാലല്ലാതെ, ഉറപ്പിക്കാൻ പറ്റാത്ത റിപ്പോർട്ടുകളിലൂടെയല്ലാതെ ഒരാളെക്കുറിച്ച് ഒരു ഊഹാപോഹം പറഞ്ഞു നടക്കരുത്. പറയുമ്പോൾ അതിൻ്റെ ബേക്കിൽ തജസ്സുസ് വരുന്നു, തഹസ്സുസ് വരുന്നു, തജസ്സുസ് വരുന്നു, പിന്നെ ഗീബത്ത് വരുന്നു, പിന്നെ അപകടത്തിൽപ്പെടുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇബ്നു ഹജർ അൽ മക്കി പറഞ്ഞതുപോലെ റഹ്മത്തുള്ളാഹി അലൈഹിം ജമീഅൻ, അവരെന്താ പറഞ്ഞത്? അതിലൂടെ ഹൃദയ രോഗം പിടിപെടാൻ സാധ്യതയുണ്ട്. ആ ഹൃദയ രോഗം അത് മഹാപാപമായി മാറുന്നതുമാണ്. അങ്ങനെയുള്ള പാപത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി പാടുപെടണം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ബുഖാരിയിൽ കാണുന്നു 6106 നമ്പർ ഹദീസ്, മുസ്ലിമിൽ 4465 നമ്പർ ഹദീസ്. സംഭവം എന്താണ്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിച്ച ശേഷം അവരുടെ ഖൗമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇമാമത്ത് നിൽക്കാൻ ആളില്ലെങ്കിൽ അവിടെ അവരുടെ കൂടെ അവർക്ക് ഇമാമത്ത് നിൽക്കും. ഒരവസരത്തിൽ ഇമാമത്ത് നിന്നപ്പോൾ നിസ്കാരമായിരിക്കാം, അദ്ദേഹം ഓതിയത് സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ ബഖറ ഓതിയത് കാരണത്താൽ അവരുടെ ബേക്കിൽ ക്കുന്ന ഒരാൾ ഇത് കണ്ട് പ്രയാസപ്പെട്ടത് കൊണ്ട് അയാൾ ഷോട്ടാക്കിയ വാർത്ത കിട്ടിയപ്പോൾ മുആദ് പറഞ്ഞു അദ്ദേഹം മുനാഫിഖായിരിക്കാം. ധാരണയാണ്, മനസ്സിലായില്ലേ? ഇത് തെറ്റിദ്ധാരണ പാടില്ലാത്തതാണ്. അതിനെ തിരുത്തപ്പെട്ടു. മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുക്കലേക്ക് ഈ സഹാബി ചെന്നിട്ട് ആക്ഷേപം ബോധിച്ചു. എന്നെക്കുറിച്ച് മുആദ് മുനാഫിഖാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ധാരാളം ബാധ്യതകളുള്ള ആളാണ്, കൃഷിയുള്ള ആളാണ്, തോട്ടമുള്ള ആളാണ്. കൂടുതൽ നീട്ടി നിസ്കരിക്കുമ്പോൾ അയാളെ ബാക്കിൽ നിസ്കരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കൂല
അതുകൊണ്ട് ഞാൻ ഷോട്ടാക്കിയതാണ്, പക്ഷേ എന്നെക്കുറിച്ച് അദ്ദേഹം അത് കാരണത്താൽ മുനാഫിഖാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ആക്ഷേപം ബോധിച്ചപ്പോൾ അദ്ദേഹത്തിനെ കോർട്ടിലേക്ക് ഹാജരാക്കപ്പെട്ടു. റസൂലുള്ളാഹിന്റെ കോർട്ടിലേക്ക്, റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിലേക്ക് ഹാജരാക്കപ്പെട്ടു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ ശിക്ഷണം നടത്തുന്നത് ശരി കേൾക്കുക. അഫത്താനുൻ അൻത യാ മുആദ്, അഫത്താനുൻ അൻത യാ മുആദ്, അഫത്താനുൻ അൻത യാ മുആദ്. 3 തവണ. ബുഖാരിയിലാണ് സംഭവം. നീ കുഴപ്പമുണ്ടാക്കുന്ന ആളാണോ, കുഴപ്പമുണ്ടാക്കുകയാണോ? അപ്പോൾ നിസ്കാരം നീട്ടി വലിച്ചു ഓതലല്ല പ്രശ്നം, മറിച്ച് നിസ്കരിക്കുന്നവരുടെ ബാക്കിൽ ഫഇന്ന ഫീഹിമു ലഈഫ് അൽ കബീർ, വലിയ ആളുണ്ട്, ശശികെട്ട ആളുണ്ട്, അൽ മരീദ് വദൽ ഹാജ, പല പല ആവശ്യങ്ങൾ ചെയ്യേണ്ട തീർക്കേണ്ട വിഭാഗങ്ങളുണ്ട്. അപ്രകാരം രോഗിയുണ്ട്, വയസ്സുള്ളവരുണ്ട്, ശശികെട്ടവരുണ്ട്. ഇതൊക്കെ പരിഗണിക്കണം. അതുകൊണ്ട് നിനക്ക് വശംസി വദുഹഹ ഓതിയാൽ പോരെ, അതുപോലെ തന്നെ നിനക്ക് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല ഓതിയാൽ പോരെ എന്നൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ശിക്ഷണം നൽകി. അവരുടെ സംഭവങ്ങളൊക്കെ ഇങ്ങനെയുള്ളത് പലതും അവർ തന്നെ റിപ്പോർട്ട് ചെയ്യലാണ്. എന്തേ? അതിൽ നിന്നിട്ട് നാം പാഠം പഠിക്കാൻ വേണ്ടി. അവരത് എനിക്ക് മാർക്കാണല്ലോ, അതുകൊണ്ട് എന്നെ റസൂൽ ആക്ഷേപിച്ച കാര്യങ്ങൾ ഞാൻ പറയുന്നത് വേണ്ട, അത് മറച്ചു വെക്കാം. അതൊന്നും അവർക്ക് അറിയില്ല. അവര് ശുദ്ധരിൽ ശുദ്ധരാണ് സഹാബാക്കൾ. അതുകൊണ്ട് വളരെ ക്ലിയറായിട്ട് അവരുടെ മുമ്പിൽ സംഭവിച്ച സംഭവ വികാസങ്ങൾ അവർ നമുക്ക് പഠിക്കാൻ വേണ്ടി, നമുക്ക് പാഠമാകുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കൽ അവരുടെ പതിവിൽപ്പെട്ടതാണ്. അതാണ് നാം ഇങ്ങനെയുള്ള സംഭവത്തിൽ നിന്നിട്ട് പഠിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഫഖുൻ അലൈഹിയായ ബുഖാരിയിൽ 6066 നമ്പർ ഹദീസും മുസ്ലിമിൽ 2563 നമ്പർ ഹദീസിലും പറയുന്ന പദം നമ്മുടെ വിഷയത്തോട് ശക്തമായ ബന്ധമുള്ളത് കൊണ്ട് പറയുകയാണ്. എന്നിട്ട് സമാപിക്കും. റസൂലുള്ളാഹി പറയുന്നു, ഇയ്യാകും വല്ലന്ന ഫഇന്നല്ലന്ന അക്ദബൽ ഹദീസ്. നിങ്ങൾ ധാരണകൾ വെച്ച് പുലർത്തരുത് നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറിച്ച്. എന്തുകൊണ്ട്? ധാരണ അക്ദബൽ ഹദീസ്, പച്ചക്കള്ളമായിട്ടാണ് അത് സംഭവിക്കാൻ സാധ്യത. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു ബഅദൽ ഇസ്മ, എല്ലാ ലന്നും തെറ്റായിക്കൊള്ളണമെന്നില്ല. ചില തന്നെ നന്മയാവാം, പക്ഷേ നന്മയാണോ അല്ലേ എന്ന് വിശ്വാസയോഗ്യവാന്മാരായ ആളിൽ നിന്നിട്ട് ഉറപ്പാവാത്ത രൂപത്തിൽ നാം അത് പറയാൻ നിൽക്കരുത്. അതേ സമയത്ത് ഞാൻ ക്ലാസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ 2-3 ഇനങ്ങളുണ്ട്. ആ ഇനങ്ങൾക്ക് അങ്ങുമിങ്ങും അന്വേഷിക്കാം, തജസ്സുസ് നടത്താം. അല്ലാത്തവർക്ക് തജസ്സുസ് നടത്താൻ പാടുള്ളതല്ല. അതുകൊണ്ട് അഥവാ ചിക്കിക്കുത്തി നോക്കാൻ പാടുള്ളതല്ല, അന്വേഷണം ചെയ്യാൻ പാടുള്ളതല്ല. മറ്റുള്ളവരെ കുറിച്ച് അവൻ എവിടെ പോയി, അവരെന്ത് തിന്നു, അവൻ എന്ത് കുടിച്ചു, അവൻ എന്ത് ചെയ്തു, അവൻ എന്ത് കാട്ടി, ഇതൊന്നും അറിയേണ്ട കാര്യം നമ്മുടെ ഈ ജോലിയിൽ പെട്ടതല്ല. അത് ലന്നിൽ നിന്നിട്ട് ഉടലെടുക്കുന്നു. ലന്ന് തജസ്സുസിലേക്ക് എത്തുന്നു, തജസ്സുസ് ഗീബത്തിലേക്ക് എത്തുന്നു. അവസാനം മഹാപാപം ചെയ്ത ആളായി മാറാൻ കാരണമായി തീരുന്നു. റസൂൽ തുടർന്നു, വലാ തജസ്സസു വലാ തഹസ്സസു വലാ തനാഫസു. നിങ്ങൾ എന്ത് ചെയ്യരുത് ദുനിയാവിൽ. തനാഫസ് എന്ന് പറഞ്ഞാൽ തജസ്സുസിന്റെ അർത്ഥം പഠിച്ചു. അതുപോലെ തന്നെ തനാഫസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മത്സരിക്കരുത്. എന്ത് കാര്യത്തിൽ? ദുനിയാവിന്റെ കാര്യത്തിൽ. ദുനിയാവിൻ്റെ കാര്യത്തിൽ, മനസ്സിലായില്ലേ? ദുനിയാവിൻ്റെ കാര്യത്തിൽ മത്സരിക്കരുത്. അദ്ദേഹത്തിന് അത്ര വലിയ കെട്ടിടമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കെട്ടിടം തകർത്തട്ടെ, എനിക്ക് കാശുണ്ടല്ലോ, അവനെപ്പോലെ തന്നെ ഞാനും കെട്ടട്ടെ ബിൽഡിങ് എന്ന് മനസ്സിലാക്കി ദുനിയാവിൻ്റെ കാര്യത്തിൽ തനാഫുസ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നല്ലാതെ ഖൈറിൻ്റെ കാര്യം, പരലോകത്തിൻ്റെ കാര്യത്തിൽ തനാഫുസ് മത്ലൂബാണ്. തനാഫുസ് മത്ലൂബാണ്, നിങ്ങൾക്കറിയുമല്ലോ. നാം സാധാരണ ക്ലാസ്സിൽ പറയാറുണ്ട്. എന്ത്? അള്ളാഹു ഖുർആനിൽ പറഞ്ഞ സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, ഓടി വരിക അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും, വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, ഭൂമിയുടെ അത്ര വിശാലതയുള്ള സ്വർഗ്ഗലോകത്തിലേക്കും നിങ്ങൾ ഓടി വരിക. അതുപോലെ തന്നെ ഈ ഹദീസിന്റെ സമാപനത്തിൽ റസൂലുള്ളാഹി തുടർന്നു, വലാ തഹാസദു വലാ തദാബറു, നിങ്ങൾ അസൂയാലുക്കളായി മാറരുത്. നേരത്തെ പറഞ്ഞ കണ്ണേറ് പറഞ്ഞു, അസൂയ പറഞ്ഞു. അപ്രകാരം റസൂലുള്ളാഹി പറയും, നിങ്ങൾ കേൾക്കുന്ന ഹദീസ് ബുഖാരിയിലാണ് മുസ്ലിമിലാണ്. റസൂലുള്ളാഹി പറയുന്നു, വലാ തദാബറു, നിങ്ങൾ മുസ്ലിങ്ങൾക്ക് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടാവണം. ആവശ്യമുള്ള സമയത്ത് ഉണ്ടാവണം, പിന്തിരിഞ്ഞോടരുത്. മുസ്ലിങ്ങൾ നിങ്ങളെ ആവശ്യപ്പെടുന്ന രംഗത്തിൽ അവിടെ ആ ആവശ്യപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവിടെ നിങ്ങൾ പിന്തരുത്. നിങ്ങൾ മുമ്പിൽ തന്നെ അവനെ സഹായിക്കുന്നതിൽ നിങ്ങൾ മുമ്പിൽ ഉണ്ടാവണം, അവിടെയും നിങ്ങൾ പിന്നിലാവരുത്. അപ്രകാരം തന്നെ വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, അള്ളാഹുവിൻ്റെ അടിമകളായ ഏകോദര സഹോദരന്മാരായിട്ടായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടതെന്ന് അള്ളാഹുവിൻ്റെ റസൂല് ഈ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെടുന്നതായ വേറെയും ഹദീസുകൾ ധാരാളമുണ്ടെങ്കിലും നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. യുദീനി ഇബ്നു ആദം യസുബുദ്ദഹർ വാനദ്ദഹർ, ബുഖാരിയിലുള്ള മുസ്ലിമിലുള്ള ഹദീസാണ്. ബുഖാരിയിൽ 4826, മുസ്ലിമിൽ 2246. റസൂലുള്ളാഹി പറയുന്നു, അള്ളാഹു പറഞ്ഞതായിട്ട്, അഥവാ എന്താ ഹദീസിന്റെ പേര്? ഹദീസ് അൽ ഖുദ്സി, ഹദീസുൽ ഖുദ്സി. ഖുദ്സിയ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ തൊട്ട് പറയുകയാണ്, എൻ്റെ അടിമ ആദമിൻ്റെ സന്തതി എന്നെ എടങ്ങേറാക്കാണ്,
എങ്ങനെ അള്ളാഹിനെ ഇടങ്ങേറാക്കുന്ന കോലം അടിമ. യസുബ്ബുദ്ദഹർ, കാലത്തെ അവൻ കുറ്റം പറയുന്നു, കാലത്തെ കുറ്റം പറയുന്നു. അതൊക്കെ സാധാരണ അറിഞ്ഞിട്ടോ അറിയാതെയോ നമ്മിൽ നിന്നിട്ട് സംഭവിക്കാറുള്ളതാണ്. ശ്രദ്ധിക്കണം, നാവിനെ സൂക്ഷിക്കണം. എന്തൊരു കാലം, എന്തൊരു വടക്ക് കാലം, എന്തൊരു കാറ്റ്, എന്തൊരു തണുപ്പ്, എന്തൊരു ചൂട് പറയാൻ പാടില്ല. എന്ത്? അത് അള്ളാഹിനെ ആശിപ്പിക്കലാണ്. യസുബ്ബുദ്ദഹർ, കാലത്തെ കുറ്റം പറയുന്നു. അള്ളാഹ് പറയുന്നു അനദ്ദഹർ, ഞാനാണ് കാലം എന്ന് പറഞ്ഞാൽ ഉഖല്ലിബുൽ ലൈല വന്നഹാർ, കാലം എന്ന് പറയുന്ന ആ ചേഞ്ചുകൾ ഞാനാണ് ചെയ്യുന്നത്, ഞാനാണ് തണുപ്പ് തരുന്നത്, ഞാനാണ് ചൂട് തരുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെ കുറ്റം പറയുമ്പോൾ എന്നെ കുറ്റം പറയും പോലെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് ഇത് ഖുദ്സി ഹദീസിലൂടെ. ഇതും നാം അള്ളാഹുവിനെ കുറിച്ച് ധാരണ ആയ ലന്ന് ഒരിക്കലും പാടുള്ളതല്ല. ഒരു സത്യവിശ്വാസി എപ്പോഴും നല്ല ധാരണയാണ് അള്ളാഹിനെ കുറിച്ച് വെച്ച് പുലർത്തേണ്ടത് എന്നത് നമ്മുടെ വിഷയത്തിൻ്റെ ഹൃദയഭാഗമാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പകർത്താനും നാം മറ്റുള്ളവരെ കുറിച്ച് ആദ്യം ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതായ ആ ധാരണകൾ അഥവാ അള്ളാഹ് വിരോധിച്ചതായ ഇജ്തനിബു കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മ എന്ന് അള്ളാഹു പറഞ്ഞതായ ആ തെറ്റിദ്ധാരണകളെക്കുറിച്ചും നാം രക്ഷ തേടാൻ വേണ്ടി പാടുപെടുക. അള്ളാഹു അതിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ഇതുവരെ പറഞ്ഞതിൽ നിന്നിട്ട് വല്ല വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നാം പറഞ്ഞ കൂട്ടത്തിൽ ജീവിതത്തിൽ പകർത്താത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് ഇങ്ങനെയുള്ളതായ വിജ്ഞാന സദസ്സുകളെ പ്രത്യേകിച്ച് മദീനയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ കൂടുതൽ കൂടുതൽ വികസിപ്പിക്കുവാനും അതുപോലെ തന്നെ ഉംറക്കാർ ധാരാളം നിറഞ്ഞു കിടക്കുകയാണ് മദീനയിലും മക്കയിലും. അങ്ങനെയുള്ള ഉംറക്കാരുമായിട്ട് സമീപിച്ചിട്ട് അവർക്ക് ചെയ്യേണ്ടതായ എല്ലാ നമ്മളാൽ സാധിക്കുന്ന രൂപത്തിലുള്ളതായ ഒത്താശകൾ കൂട്ടത്തിൽ അവർക്ക് വിവരമില്ലാത്ത കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും അവരിൽ നിന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ രോഗം ഡേഞ്ചറായ അഥവാ ക്യാൻസർ പോലത്തെ രോഗമാകുന്ന ഷിർക്കാണെങ്കിൽ അതിൽ നിന്നിട്ട് അവരെ മോചിപ്പിക്കാൻ പാടുപെടാനും നിങ്ങൾ ശരിക്ക് ഈ മദീനയിൽ ഉണ്ടാവുക, മക്കയിൽ ഉണ്ടാവുക, പുണ്യഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുക എന്ന സുവർണ്ണ അവസരത്തിലൂടെ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഓരോരുത്തരും പാടുപെടുക. അത് അള്ളാഹു ചെയ്തു തന്ന ഈ വിസയ്ക്ക് അള്ളാഹിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ആ മഹാ ടാക്സ് ആയിട്ട് നിങ്ങൾ പരിഗണിക്കേണ്ടതുമാണ്. അള്ളാഹു നമ്മിൽ നിന്നിട്ട് നാം ചെയ്യുന്നതായ പ്രവർത്തനങ്ങളെ അതിലുള്ള വീഴ്ചകളെ നെഗറ്റി നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹുവിൻ്റെ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സേവിക്കാനുള്ളതായ ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷിയും ആത്മാർത്ഥതയും അള്ളാഹു നമുക്ക് എവർക്കും നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹ് സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം അള്ളാഹു നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മിൽ നിന്നിട്ട് കടമുള്ളവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മിൽ നിന്നിട്ട് കടമുള്ളവരുടെ കടത്തെ അള്ളാഹു വീട്ടട്ടെ, പ്രയാസത്തെ അള്ളാഹു ദൂരപ്പെടുത്തട്ടെ, പ്രശ്നങ്ങൾ അള്ളാഹു ദൂരീകരിക്കട്ടെ. അവരുടെയും നമ്മുടെയും എല്ലാം ഇഹപരലോക പ്രശ്നങ്ങളെയെല്ലാം മല പോലെ വരുന്ന പ്രശ്നങ്ങളെ മഞ്ഞുപോലെയാക്കി മാറ്റി അള്ളാഹു നമുക്ക് കൺകുളിർപ്പ് നൽകുമാറാകട്ടെ. ഈ സദസ്സോട് വിടവാങ്ങുമ്പോൾ അന്നും പ്രസവിച്ച മക്കളെ പോലെ പാപമോചിതരായിട്ട് വിടവാങ്ങാൻ ഇൽമിൻ്റെ സദസ്സോട് ഈ മദീനത്ത് മസ്ജിദുൻ നബവിയുടെ പരിസരത്തിലിരിക്കുന്നതായ ഈ പള്ളിയിൽ നിന്നിട്ട് ഈ സദസ്സോട് വിടവാങ്ങുമ്പോൾ പാപമോചിതരായിട്ട് വിടവാങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്രകാരം ഈ സാധുവിൻ്റെ ശബ്ദം കേൾക്കുന്ന എവിടെ ജീവിക്കുന്നവരായിരുന്നാലും ആ സഹോദരന്മാർക്കും അവരുടെ എല്ലാ ചെറുദോഷവും വൻദോഷവും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരിൽ നിന്ന് ഇവിടെ വരാൻ ആഗ്രഹമുള്ളവരുടെ ആഗ്രഹത്തെ അവർക്ക് അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് രോഗമുള്ള രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും അള്ളാഹു നൽകട്ടെ. അള്ളാഹിൻ്റെ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സേവിക്കാനുള്ളതായ എല്ലാ കഴിവും കൽപ്പും അവർക്കും നമുക്കുമെല്ലാം അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.